എൻ്റെ കയ്യിൽ കാശ് വന്നാൽ കാശിൻ്റെ പുറകെ പോകുമോ, കാശ് എന്ന ദൈവത്തിൻ്റെ പുറകെ പോകും. ചെറ്റക്കുടിലായിരിക്കാം, പക്ഷേ ആത്മനിറവിൽ ജീവിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് ആ അളവുകോലും അവിടെ ആ സ്റ്റേജിൽ കണ്ടു, ആ ഗ്രൂപ്പിൽ പെട്ടു, അതോടുകൂടി പോയി. ബ്ലെസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ ഇത് സത്യമാണോ എന്ന് നെറ്റി വിളിച്ചുകൊണ്ടൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത് കേട്ടാൽ തന്നെ ആളുകൾക്ക് അലർജി വരാപ്പത്തിന് അവിടേക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ ബ്ലസ് എന്നുള്ള വേർഡ് കേട്ടാൽ. ഓപ്പൺ ടോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. എനിക്കൊന്ന് കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ സത്യം പറയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ ഇത് സത്യമാണോ എന്ന് നെറ്റി വിളിച്ചുകൊണ്ടൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്ന ഈ സത്യം ഞങ്ങളുടെ ചിന്തയിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നോ ഉള്ളത് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ സത്യങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സത്യവചനത്തെയാണ്. സോ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പറയട്ടെ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ചില സമയത്ത് ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അത് സത്യമാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ യേശു കർത്താവ് ചില സത്യമൊക്കെ പറഞ്ഞ സമയത്ത് ചിലർ കല്ലൊക്കെ എടുത്തു. കാരണം പിന്നെ ചിലയിടത്ത് കാണുന്നുണ്ട് യേശുവിനെ കൊന്നുകളയാനായിട്ട് ഭാവിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സത്യം പറയണം എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സ്കൂളുകളിലും വീടുകളിലും ഒക്കെ പഠിപ്പിച്ചാലും ശരിക്കും സത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്കത് പൊതുവെ ഇഷ്ടമല്ല. സത്യം മനുഷ്യനായി അവതരിച്ചതാണ് യേശു. യോഹന്നാൻ 14:6 നമ്മൾ കാണുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകും. അപ്പോൾ സത്യത്തിൻ്റെ എംബോഡിമെൻറ്റ്, ഇൻകാർണേഷനാണ് യേശു. ആ യേശു പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത്? സത്യമാണോ നിൽക്കുന്നത്? എന്താണ് സത്യം? അത് തിരിച്ചറിയാൻ പോലുമുള്ള കഴിവ് ഈ പിലാത്തോസിനുണ്ടായിരുന്നില്ല. സോ സത്യമാണ് മുമ്പിൽ നിൽക്കുന്നത്. വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ചോദ്യമാണത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏതൊരു എസ്സേയിലുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു എസ്സേ ഉണ്ട്, ഫേമസ്. എനിക്ക് ഓർമ്മയില്ല. അതെ. അപ്പം പക്ഷെ അതുകൊണ്ട് സത്യവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സത്യം പറയട്ടെയാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു പുതിയ കാര്യങ്ങളായിട്ട് വരുന്നത്. അതിനുള്ളിൽ ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മിനിസ്ട്രിയുടെ പിറകിൽ ഞങ്ങൾക്ക് കൈത്താങ്ങൽ നൽകിക്കൊണ്ട് ഈ ഒരു സത്യം മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ പിറകിൽ പ്രാർത്ഥനയായിട്ടും മറ്റെല്ലാ തരത്തിലും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും തുടർന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യം അനേകിടങ്ങളിൽ കൂടുതൽ പരത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കും ഈ സത്യം ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കും പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇരിക്കുന്നത്. ഈ കേൾക്കുന്ന സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർ കൂടെ ഈ സത്യം കേൾക്കട്ടെ, സത്യം മനസ്സിലാക്കട്ടെ, ഈ സത്യം അവരെ സ്വതന്ത്രമാക്കട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നമുക്ക് എന്തായിരിക്കും ഒരു സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നത്? നമ്മൾ പോഡ്കാസ്റ്റിലൂടെ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം വളരെ കോൺട്രവേഴ്സ്യൽ അല്ലെങ്കിൽ ഗ്രേ ഏരിയ എന്ന് പറയാവുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ പലപ്പോഴും വ്യക്തതയില്ല പലർക്കും കൂട്ടി വായിക്കുമ്പോൾ. അങ്ങനെയുള്ളതാണ് നമ്മൾ ഇതുവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയൂ. ഈസ് പ്രോസ്പെരിറ്റി ഗോസ്പൽ റൈറ്റ് ഓർ റോങ്? സമൃദ്ധിയുടെ അഥവാ അഭിവൃദ്ധിയുടെ സുവിശേഷം അത് പ്രസംഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറയും, എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊത്തിരി മുഴങ്ങിക്കേൾക്കുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ എനിക്കൊന്നൊരു 10, 20, 25, 30 വർഷമായിട്ട് ക്രിസ്തീയ ഗോളത്തിൽ ഭയങ്കരമായൊരു തർക്ക വിഷയമാണത്. ഞാൻ കുറ്റാരോപിതനാണ് പലപ്പോഴും. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് കണ്ട പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ഡയമണ്ട് ബ്രദർ വന്നിരിക്കുന്നു, പോകരുത് മീറ്റിങ്ങിന്, അല്ലെങ്കിൽ ആ വീഡിയോ കാണരുത്. സോ ഇങ്ങനെ പലപ്പോഴും കുറ്റാരോപിതനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തവുമാണ്. സോ സത്യം പറയട്ടെ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ സത്യം പറയാൻ പോകും. എന്താണ് നമ്മുടെ നിലപാട്? എന്താണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം? അത് ശരിയാണോ തെറ്റാണോ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം.
ഇപ്പോൾ പറഞ്ഞല്ലോ ആളുകൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്, കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ, ഈ സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ആൾ മനസ്സിൽ എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലായത്, സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും, കടങ്ങളെല്ലാം മാറും, ദാരിദ്ര്യം മാറും, ഭയങ്കര ആരോഗ്യമുണ്ടാകും, ഭൗതികമായി ഭയങ്കരമായൊരു അഭിവൃദ്ധി ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. മെയിൻ ഫോക്കസ്, സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നിത്യരക്ഷയോ അങ്ങനെയുള്ള കാതലായ കാര്യങ്ങളല്ല. പക്ഷേ ഈ ഭൂമിയിൽ ഇപ്പോൾ കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഭയങ്കരമാകും. അങ്ങനെ രീതിയിലുള്ള ഒരു പ്രീച്ചിങ്, അതാണ് അഭിവൃദ്ധിയുടെ സുവിശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന് ചിലർ വിളിക്കുന്നത് വെൽത്ത് ഹെൽത്ത് ഗോസ്പൽ എന്നാണ്. എന്ന് വെച്ചാൽ സമ്പത്തുണ്ടാവുന്നു, ആരോഗ്യമുണ്ടാകുന്നു, ഇങ്ങനെ ഖുഷി ഈ ലോകത്തിൽ അല്ലലില്ലാതെ സഹനങ്ങളില്ലാതെ സന്തോഷിച്ചിങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം. സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ഇതുപോലെ വലിയ സൗഭാഗ്യങ്ങളുണ്ടാകും എന്ന രീതിയിലുള്ളൊരു പ്രീച്ച്, അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇതുകൊണ്ട് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു കാര്യമാണല്ലോ ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പദമാണല്ലോ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമൃദ്ധിയുടെ സുവിശേഷം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ബ്രദർ പറയുമായിരിക്കും. ഞാനത് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു ദാരിദ്ര്യ സുവിശേഷം, അങ്ങനെ ഒരു വാക്കില്ല എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് പറയാവുന്നത് പോവർട്ടി ഗോസ്പൽ, ദാരിദ്ര്യത്തിന് പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ പറയേണ്ടി വരും, പോവർട്ടി ഗോസ്പൽ. അപ്പോൾ ആ പോവർട്ടി ഗോസ്പൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യ സുവിശേഷം എന്ന് പറയുന്ന, അങ്ങനെ ഒന്ന് പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ്? അങ്ങനെയും ഉണ്ടൊരു സുവിശേഷം നിലവിൽ. അതായത് ചിലർ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അഭിവൃദ്ധി അഭിവൃദ്ധി അഭിവൃദ്ധി, യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് എല്ലാം കിട്ടും, രോഗം സൗഖ്യമാകും, എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു എക്സ്ട്രീമിറ്റിയാണ് പോവർട്ടി ഗോസ്പൽ. എന്ന് വെച്ചാൽ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് എന്നും കഷ്ടമായിരിക്കും, നഷ്ടമായിരിക്കും, സഹനങ്ങളായിരിക്കും, നാം അനേകം കഷ്ടങ്ങളിലൂടെ, എന്ന് വെച്ചാൽ കുരിശും ഇത് മാത്രമേ ഉള്ളൂ, കഷ്ടമുണ്ട്, അതിനുണ്ടല്ലോ ഒത്തിരി വാക്യങ്ങൾ. ഇതെല്ലാം എടുത്ത് ആ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുന്ന, എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ളതൊന്നും നമ്മളിൽ നോക്കരുത്, ആത്മാവിൻ്റെ കാര്യം നോക്കി, സ്വർഗത്തിലേക്ക് മാത്രം നോക്കി, സ്വർഗത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഭൂമിയിലുള്ളതെല്ലാം മറന്ന് ജീവിക്കുന്ന ഒരു എക്സ്ട്രീം. അപ്പോൾ രണ്ട് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവം എന്ന് പറയുന്നത് പോലെ രണ്ട് എക്സ്ട്രീമിറ്റീസാണ്. ഒന്ന് പ്രോസ്പെരിറ്റിയുടെ എക്സ്ട്രീം, ഇപ്പുറത്ത് പോവർട്ടിയുടെ എക്സ്ട്രീം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമെന്ന് വെച്ചാൽ സം പീപ്പിൾ ആർ സോ ഹെവൻലി മൈൻഡഡ് ദാറ്റ് ദേ ആർ നോ എർത്തലി ഗുഡ്. ചില ആളുകൾ അങ്ങനെയാണ്, സ്വർഗം മാത്രം ചിന്തിച്ച് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത അവസ്ഥ. ഈ ഭൂമിയിൽ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോകും. മനസ്സിലാകുന്നില്ല? ഈ ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ രണ്ട് എക്സ്ട്രീംസ്, എന്താ പറയുക, രണ്ട് ധ്രുവങ്ങൾ അല്ലെങ്കിൽ രണ്ട് അറ്റങ്ങളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കണ്ടുവരുന്ന ഈ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ഈ പ്രോസ്പെരിറ്റി ഗോസ്പലുണ്ട്, പോവർട്ടി ഗോസ്പലുണ്ട്, ഇതിനകത്ത് രണ്ട് എക്സ്ട്രീമിറ്റി ഉണ്ട്. ഇതെങ്ങനെയാണ് സഭകളിലൊരു വിവാദമായി തീർന്നിരിക്കുന്നത്? അതാണല്ലോ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം. കാരണം ഒരാളെ നമ്മളൊരു പ്രീച്ചർ വരുമ്പോൾ തന്നെ ദാറ്റ് മാൻ ഈസ് എ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചർ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നാണ് ആദ്യം സഭകൾ ഒരു വാല്യൂ കൊടുക്കാനായിട്ട്, അല്ല ഒരു ടാഗ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചർ എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഇതെങ്ങനെയാണ് സഭകൾക്കകത്ത് ഇതൊരു വിവാദമായി തീരാനുള്ള കാരണങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്ന് പറയാമോ? എനിക്ക് മനസ്സിലായത് 90കളിലും 2000-ൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ബ്ലെസ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചാൽ ഹീസ് ബ്രാൻഡഡ് ആസ് എ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ചർ. ബ്ലെസ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചാൽ പോയി. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് ഈ ബ്ലസ് പത്തനംതിട്ട, ബ്ലസ് തിരുവനന്തപുരം, ബ്ലസ് റാന്നി, ബ്ലസ് എറണാകുളം, ബ്ലസ് വെച്ചിട്ട് സീരിയസ്. സാധാരണ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ഒത്തിരി ആ ട്രെൻഡ്, ആ ഒരു വേവ് അങ്ങ് കുറേ നാൾ പോകും. അപ്പോൾ ഈ ബ്ലസ് ഉള്ളായിരുന്നു, അതിന് മുന്നേ ഉള്ള കാലത്ത് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വീടുകളിലും ബ്ലസ്സിനും ബ്ലസ്സി ഉണ്ടാവുമല്ലോ. അതിപ്പോഴും ഉണ്ട്, അന്നുണ്ട്, എന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പാസ്റ്റേഴ്സിൻ്റെ ഒത്തിരി പിള്ളേരും ബ്ലസ്സനും ബ്ലസ്സിയാണ്. അതെ അതെ. അതിനുമുമ്പൊരു സമയത്ത് ഫേബ, അതെ, അങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു. പക്ഷേ ഈ ബ്ലസ്സിനും ബ്ലസ്സിയും വന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഞാൻ പറയാൻ വന്നത്
ഈ 90കളിലും 2000-ലൊക്കെ ഈ ബ്ലസ് മീറ്റിങ്സ് ഒത്തിരി വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തുള്ള ക്രൈസ്തവ മാഗസീനുകളിലെല്ലാം ബ്ലസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാൽ അതൊരു ഹൊറർ വേർഡ് പോലെ, ടാബു വേർഡ് പോലെയാണ്. ആ വേർഡ് പ്രീച്ചിങ്ങിൽ വന്നാൽ, ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ വന്നാൽ, യൂസ് ചെയ്താൽ അയാൾ ഉടൻ തന്നെ അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവനെന്ന് പറയും. ടാഗ് ചെയ്തങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ആ കാലത്ത് ഞാൻ ഈ ബ്ലസ് മീറ്റിങ്ങിലൊക്കെ ഒത്തിരി പോയി ശുശ്രൂഷിച്ചു. അപ്പോൾ എനിക്ക് ആ പേര് കിട്ടി. നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഒരുമിച്ച് ബ്ലസ് മീറ്റിങ്ങുകളിൽ പോയതുകൊണ്ട് അന്ന് തന്നെ എനിക്ക് ആ ബ്രാൻഡിങ് കിട്ടി. എന്താണ് ഇനി പ്രസംഗിക്കുന്നതെന്നോ ഇയാളെന്താണ് പഠിപ്പിക്കുന്നത് അതൊന്നും അകത്തോട്ട് നോക്കുന്നില്ല ആരും. പക്ഷേ അവിടെ ആ സ്റ്റേജിൽ കണ്ടു, ആ ഗ്രൂപ്പിൽ പെട്ടു, അതോടുകൂടി പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ TV പ്രോഗ്രാം വരുന്നത്. TV പ്രോഗ്രാം വരുന്ന സമയത്താണ് നമുക്ക് എൻ്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പുറകെ പോയി പല ഓപ്ഷൻസ് കൊടുത്തു. അവസാനം നമുക്ക് കിട്ടിയത് ബ്ലെസ്സിങ് ടുഡേ എന്നാണ്. ഓ മൈ ഗോഡ്, ഐ വാസ് ഇൻ എ കോൺഫ്ലിക്റ്റ്. ഇതെന്ത് ചെയ്യണം? ഇത് കേട്ടാൽ തന്നെ ആളുകൾക്ക് അലർജി വരാം. അപ്പോൾ തന്നെ അവിടെയൊക്കെ ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ ബ്ലസ് എന്നുള്ള വേർഡ് കേട്ടാൽ. അപ്പോൾ ആളുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചു. പക്ഷേ എന്തുകൊണ്ടും അങ്ങനെ അങ്ങ് വന്നുപോയി. അപ്പോൾ 2011 നമ്മുടെ TV പ്രോഗ്രാമുകൾ ശക്തമായ രീതിയിൽ രംഗത്തേക്ക് വന്ന സമയത്ത് ബ്ലെസ്സിങ് ടുഡേ എന്ന് വരികയാണ്. ഓഫ് കോഴ്സ് ആ ടൈപ്പ് ആളുകൾ മുഴുവൻ നമ്മളെ അപ്പം തന്നെ ബോയ്ക്കോട്ട് ചെയ്ത് കാണും. പക്ഷേ ദൈവം ചെയ്തൊരു ഭയങ്കര സംഭവം, ഇറ്റ് ബിക്കം ജസ്റ്റ് ലൈക്ക് എ ടോക്ക് ഓഫ് ദ ടൗൺ. എല്ലാവരുടെയും വായിൽ ഉപയോഗിക്കുന്നൊരു വാക്ക് പോലെ അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി. അപ്പോൾ ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്കിങ്ങനെ ബോയ്ക്കോട്ട് കിട്ടിയല്ലോ. ആളുകൾ നമ്മളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്. ഇവർ പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സ് ആണെന്ന രീതിയിൽ തന്നെ നമ്മളെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എല്ലാത്തിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിലെടുത്തൊരു തീരുമാനമാണ്, ഐ വിൽ ബി ആൻ അപ്പോസിൽ ടു ദ ജെൻറ്റൈൽസ്. പൗലോസ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ജാതികളുടെ അപ്പോസിൽ. കാരണം പൗലോസിനെ ആ സമയത്ത് യഹൂദന്മാരെ കൂടി തള്ളി. ഇതുപോലത്തെ സിറ്റുവേഷൻസ്, കാരണം പരിച്ഛേദന വേണ്ട എന്ന് പറയുന്നു, അത് വേണ്ട എന്നുള്ളത്, മോശയുടെ ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കീഴ്വഴക്കങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി അങ്ങ് അടിച്ച് മാറ്റി. അപ്പസ്തോലനായിട്ട് പോലും പുള്ളിയെ കൂട്ടുന്നില്ല, എല്ലാവരും കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലത്തൊരു സാഹചര്യത്തിൽ ഞാനും എത്തിയപ്പോൾ ഞാൻ അങ്ങ് തീരുമാനിച്ചു, ഞാൻ ഇനി ജാതികളുടെ അപ്പസ്തോലനാണ്. ജാതികളിലേക്ക് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ബൈബിൾ കയ്യിലെടുത്തിട്ടില്ലാത്തവരെ ഉള്ളിലേക്ക് അവരിലേക്ക് ഞാൻ തിരികെയാണ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് കർത്താവ് ആ ഡോർ അങ്ങ് വിശാലമായി ഓപ്പണാക്കി. എന്ന് വെച്ചാൽ ബൈബിളുമായോ ഇതുമായോ ഒന്നും യേശുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പെനിട്രേഷൻ അതിലൂടെ കിട്ടി. ആ മീറ്റിങ്ങിൽ ക്ഷമയില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ നോർത്തേൺ കേരളയിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് നടത്തുമായിരുന്നു. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്ന് എപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിയുമ്പോൾ അവിടെ നിന്ന് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം ഏറ്റവും പുറകിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഗ്രൂപ്പ് ആളുകൾ ഏറ്റവും പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് കാണാം. അപ്പോൾ അവരിങ്ങനെ ബൈബിളൊക്കെ കക്ഷത്തിൽ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, പ്രാർത്ഥിച്ച് അപ്പോൾ ഒത്തിരി സമയമായി എല്ലാവർക്കും വേണ്ടി അതുവരെ അവരവിടെ വെയിറ്റ് ചെയ്ത ശേഷം ഏറ്റവും അവസാനം ഈ ബൈബിളൊക്കെ കക്ഷത്തിൽ വെച്ച് സ്റ്റേജിലേക്ക് കയറി വന്നു. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ചില ദേവദാസന്മാരാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. എന്താണ് ചോദ്യം? ഞാനിവിടെ നിന്ന് അവർ ചോദിച്ചു, ഇത്രയും ജനങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് വളരെ ശക്തമായി യേശുവിൻ്റെ സുവിശേഷം പാപത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നതിന് പകരം വളരെ ലൈറ്റായി എന്തൊക്കെയോ പറഞ്ഞ് പാസ്റ്റർ വിട്ടു. ഇത് തെറ്റല്ലേ പാസ്റ്റർ? അപ്പോഴേക്കും അവരൊക്കെ ശബ്ദമൊക്കെ കൂടി ഭയങ്കരമായി ആക്രോശിക്കാൻ തുടങ്ങി. ഞാനിതെല്ലാം കേട്ട് നിന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ബ്ലെസ്സിങ് ടുഡേ രീതികളെല്ലാം എന്താണെന്നുള്ളത് ദേവദാസന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? പറ. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഈ TV-യിൽ കാണുന്ന ഈ വന്ന ക്രൗഡ്, ഈ കാണുന്ന പ്രസംഗമോ ഈ കാണുന്ന ക്രൗഡോ മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ മിനിസ്ട്രി.
ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. ഇത് ജസ്റ്റ് ക്രൗഡ് പുള്ളേഴ്സ് മാത്രമാണ്. ജനങ്ങൾ വരുന്നു. ഇവിടെ എനിക്ക് വളരെ ആഴമേറിയ ശിഷ്യത്വത്തെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങളോ ഒരുപക്ഷെ ഞാനിവിടെ പറയില്ലായിരിക്കാം. ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളവരുടെ ഫെൽറ്റ് നീഡ്സ് ആയിരിക്കും ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ശേഷം അവർ ഒരു ലോക്കൽ ചർച്ചിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമുക്കൊരു ലീഡർഷിപ്പ് ട്രാക്കുണ്ട്, പ്രിൻ്റഡ് മെറ്റീരിയലുണ്ട്, ശിഷ്യത്വത്തിനുള്ള ഓരോ മാർഗങ്ങളുണ്ട്. ഇവരെ പണിതെടുക്കാനുള്ള അതിൽ സ്നാനം മുതലുള്ള സകലവും നമ്മളവിടെ പഠിപ്പിക്കും. കുറേ നേരം അവർ കേട്ടു. അതിനുശേഷം അതിലൊരു ദേവദാസനോട് പറയാം, പാസ്റ്ററെ, ഞങ്ങൾ പാസ്റ്ററെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, പക്ഷെ ഞങ്ങളോട് ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് പറ്റിയൊരു മുൻവിധിയാണ്. അദ്ദേഹം അത് പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ഒരു ടി വിയിൽ ഒരു ഇത് കണ്ട് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് കേട്ടു, ഇതുകൊണ്ട് മാത്രമാണ് ഒരാളെ പലപ്പോഴും മനുഷ്യർ ന്യായം വിധിക്കുന്നത്. പകരം എന്താണ് വാസ്തവത്തിൽ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയാൽ അവിടെ നടക്കുന്നത് എന്നുള്ള ഒത്തിരി അറിയുന്നില്ല. ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ഈ കാണുന്ന യൂട്യൂബിലുള്ള മീറ്റിങ്സ്, ഈ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഈ കാണുന്ന പുറത്ത് കാണുന്നത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ എന്തെല്ലാം ജനങ്ങളെ പണിയുവാനകത്ത് കിടക്കും. സൺഡേ മെസ്സേജുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു പബ്ലിക് ക്രൂസൈഡിൽ പ്രസംഗിക്കുന്ന മെസ്സേജ് അല്ല ഒരു സൺഡേ കൊടുക്കുന്നത്. സൺഡേ കൊടുക്കുന്ന മെസ്സേജ് അല്ല ലീഡർഷിപ്പ് ട്രാക്കിൽ കൊടുക്കുന്നത്. അങ്ങനെ എത്രയോ പേരെ ദൈവം ആഴങ്ങളിലേക്ക് ഇറക്കി. അതുപോലെ നമ്മൾ പുസ്തകങ്ങളെടുത്ത് പഠിപ്പിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഫിലിപ്പ് ലേഖനം കഴിഞ്ഞു, റോമാലേഖനം കഴിഞ്ഞു, പിന്നെ എബ്രായ ലേഖനം കഴിഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം കഴിഞ്ഞു, മത്തായിയുടെ സുവിശേഷം ചെയ്തു, വെളിപ്പാട് പുസ്തകം ചെയ്തു. ഇങ്ങനെ പല പുസ്തകങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതിവിടെ എല്ലാം ഡെപ്തിൽ നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കും. യേശുവിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയായിരുന്നു. ആദ്യം അവരുടെ ഫെൽറ്റ് നീഡ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോഴുള്ള ആവശ്യം. ഫെൽറ്റ് നീഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയാണ്, കുടുംബ പ്രശ്നം, സാമ്പത്തിക തകർച്ച, ജപ്തി വരുന്നു, തളർന്നു കിടക്കുന്നു, തളർവാദ രോഗി, കുഷ്ഠരോഗി, രക്തസ്രവം, അതിനെയാണ് കർത്താവ് ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. അടിയന്തരാവശ്യം. മിറക്കിൾസ് ആർ ക്രൗഡ് പുള്ളേഴ്സ്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ അത് ജനക്കൂട്ടങ്ങളെ ആകർഷിക്കും. ആ ജനക്കൂട്ടങ്ങളിൽ നിന്നും കർത്താവ് ഡീപ്പർ ലെവലിലേക്ക് പോകും. ഫോളോ മീ. അത് ഈ നമ്മുടെ ഉപമകൾ പറയുമ്പോൾ യേശു കർത്താവ് പ്രത്യേകിച്ച് നമ്മൾ വിത്തിൻ്റെ ഉപമയൊക്കെ പറയുമ്പോൾ എല്ലാവരോടും പറയുക, വിതക്കാരൻ വിതയ്ക്കുവാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്ന വഴിക്ക് വഴിയേരിക്കെ വീണു, അവിടെ വീണു, ഇവിടെ വീണു. അതിനുശേഷം അപ്പുറത്താണ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളും എല്ലാം പറയും, പൊരുൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പം പല സ്റ്റേജസ് ഉണ്ട് ഈ ഒരു സുവിശേഷീകരണത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മളിരിക്കുന്ന സമയത്ത് പലർക്കുമൊക്കെ തോന്നും, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന കാര്യത്തിന് വല്ല കഴമ്പുണ്ടോ? ഇവർക്ക് വീട്ടിൽ വെച്ച് ഇതൊക്കെ സംസാരിച്ചാൽ പോരെ, എന്തിനാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണേ? ധാരാളം ചോദ്യങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നൊരു വളരെ അതിപ്രധാനമായ ഒരു ചോദ്യം കണ്ണിലേക്ക് നോക്കിയാണ് ചോദിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഡാമിയൻ ആൻ്റണി എന്ന് പറയുന്ന ഈ ഒരു ദൈവദാസൻ പ്രോസ്പെരിറ്റി പ്രീച്ചറാണോ അതോ പോവർട്ടി പ്രീച്ചറാണോ? ടു ബി ഫ്രാങ്ക്, എൻ്റെ നിലപാട്, എൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായി ഞാൻ പറയുന്നു. ഐ ആം നോട്ട് എ പ്രോസ്പെരിറ്റി പ്രീച്ചർ. ഐ ആം നോട്ട് എ പോവർട്ടി പ്രീച്ചർ. ഐ ആം എ പ്രീച്ചർ ഓഫ് ദ പ്യുവർ ഗോസ്പിൾ. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. പ്രൈസ് ഗോഡ്. എൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ സുവിശേഷവും ഞാൻ പ്രസംഗിക്കാറില്ല, ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷവും ഞാൻ പ്രസംഗിക്കാറില്ല. എന്നാൽ അതിനിടയിൽ പൗലോസ് പറയുന്ന ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം എന്ന് പറയുന്ന ഒന്നുണ്ട്. നിർമ്മല സുവിശേഷം പ്രസംഗിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഈ പല പോഡ്കാസ്റ്റുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഐ എം കോൾഡ് ടു ബി എ ബാലൻസ്ഡ് പ്രീച്ചർ. ഈ എക്സ്ട്രീമിലോട്ടും പോകണ്ട, ഈ എക്സ്ട്രീമിലേക്കും പോകണ്ട. ഈ സമീകൃതാഹാരം എന്ന് കേട്ടിട്ടുണ്ട്, ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? അതിൽ ഒരു ആളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഉണ്ടായിരിക്കും. അതാണ് സമീകൃതാഹാരം. ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗം എവിടെയെങ്കിലും കേട്ടിട്ട് എന്നെ വിധിക്കരുത്. പകരം എൻ്റെ മൊത്തം ടീച്ചിങ് നോക്കണം.
യെസ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ മാത്രം, ഇൻ്റർനെറ്റിലൊക്കെ മാത്രം ആയിരക്കണക്കിന് പ്രസംഗങ്ങളുണ്ട്. എനിക്കൊണ്ട് യൂട്യൂബിൽ മാത്രം ഇപ്പോൾ എനിക്കൊണ്ട് ഈ ബ്ലെസ്സിംഗിയുടെ മെയിൻ ചാനലിൽ തന്നെ കണ്ട് 7,000+ അങ്ങോട്ടുണ്ട്. ഓക്കെ. മോർണിംഗ് ഗ്ലോറി എന്ന് തുടങ്ങിയതാണ്. അത് കൂടാതെ അതിൻ്റെ അപ്പുറത്ത് അതിന് മുമ്പുണ്ടായിരുന്ന TV പ്രോഗ്രാമുകൾ 2011 അതിന് മുമ്പും ഉണ്ടായിരുന്നു നമുക്ക് പ്രോഗ്രാം. ഇതുകൂടാതെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ, അതിലേതെങ്കിലും ഒരു പ്രസംഗം മാത്രം എടുക്കരുത്. ഒരു ടോപ്പിക്ക് മാത്രം എടുക്കുമ്പോൾ അത് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതല്ല അവരുടെ ലൈഫ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശകലം മാത്രം ശകലം ക്ലിപ്പ് മാത്രം എടുത്തിട്ട് മുൻവിധി പറയരുത്. വിധിക്കുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഇയാൾ ആരാണ്, ഇയാളുടെ ടീച്ചിങ് എന്താണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അപ്പം ഒരു ബാലൻസ് പ്രീച്ചർ എന്ന ബാലൻസ് ഗോസ്പൽ പ്രീച്ചർ, ആ ഒരു പേരാണ് കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ബാലൻസ്ഡ് പ്രീച്ചർ എന്ന് പറയാം. അതുപോലെ ഈ കാര്യത്തിൽ ഈ പ്രോസ്പെറിറ്റി പോവർട്ടി വെച്ചാണെങ്കിൽ ഞാൻ പറയും പ്യുവർ ഗോസ്പൽ. പ്രൈസ് ഗോഡ്. അതിൽ ഇത് പറയാൻ കാരണം ഈ എക്സ്ട്രീംസ് നമ്മൾ പറഞ്ഞല്ലോ, പ്രോസ്പെറിറ്റി ചെയ്ത്. കാരണം 2 തരത്തിൽ ആ എക്സ്ട്രീംസ് വെച്ച് നോക്കുവാണെങ്കിൽ 2 തരത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയും, ഈ ഭൗതികത മാത്രം, ഈ രോഗം മാറുക, അത് മാറുക, ഇത് മാറുക, ഈ ഫോക്കസ് മാത്രമേ ഉള്ളൂ അവിടെ. അടുത്ത ഒരെണ്ണമാണ് അസറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. അസറ്റിക് ക്രിസ്ത്യാനിറ്റി പറഞ്ഞാൽ എല്ലാം ത്യജിച്ച്, എന്താ പറയുക, ഒരു സന്യാസിയെ പോലെ ഈ ഭൂമിയിലുള്ള ഒന്നും വേണ്ട, ഒറ്റ ഡ്രസ്സ് മതി, ചെരുപ്പില്ലേലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ലൈഫില്ലേ, സന്യാസി ജീവിതം പോലെയുള്ള, വേറെ അതെ ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട. അതെ, വിശ്വാസികൾ പോലും, വിശ്വാസികളിലുണ്ട്. അവർ ചില ആളുകൾ പറയുന്ന, എനിക്കൊന്നൊരു ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഭാഗമാണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്താ പറയാ, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നീ എന്നെ ഒരു ധനവാനാക്കരുത്. നമ്മൾ അതിലേക്ക് വരും. ആ ഒരു ഇത് നമ്മളെടുത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. എന്നെ ധനവാനാക്കരുതേ. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ ദൈവത്തെ ത്യജിച്ച് പറയാതിരിക്കേണ്ടതിന് എന്നെ ഒരു ദരിദ്രനുമാക്കരുത്. എനിക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം കഴിച്ചു പോകുന്ന രീതിയിലോട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ധനവാനുമാക്കരുതേ, ദരിദ്രനുമാക്കരുതേ, എൻ്റെ ഒരു ഉണ്ടല്ലോ, ഒരു മിഡിലായിട്ട് അങ്ങനെ നിർത്തണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസിയുടെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പം ഈ ഒരു ബാലൻസ്ഡ് ഒരു ഗോസ്പലിനെ കുറിച്ച് പറഞ്ഞു, പ്രീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിലപാട് കൂടെ ഒന്ന് പറയാം. ആ വചനം ഒന്ന് എടുത്ത് നമുക്ക് നോക്കാം. സദൃശ്യവാക്യത്തിലാണ് ആ വചനം. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 8 and 9. അവിടെ നമ്മൾ കാണുന്നത്, ഗിവ് മീ neither poverty nor riches, but give me only my daily bread. Otherwise, I may have too much and disown you and say, who is the Lord? Or I may become poor and steal and so dishonor the name of God. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ഇത് ആഗൂർ എന്നു പേരുള്ളൊരു മനുഷ്യൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വലിയ ഇവിടെ മാത്രമേ ഉള്ളൂ, യാക്കയുടെ മകനായ ആഗൂർ, അത്ര മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഈ മനുഷ്യനില്ല. അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, സദൃശ്യവാക്യത്തിലാണ് ഇത് കാണുന്നത്. സദൃശ്യവാക്യം ഒരു വിസ്ഡം ബുക്കാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ അവിടെ ശലോമോൻ്റെ അല്ലെങ്കിൽ സോളമൻ്റെ ജ്ഞാനത്തിൻ്റെ മൊഴികളാണ് അധികവും. പക്ഷേ ഇങ്ങനെ 1-2 പേരുടെ അഡീഷൻസ് കൂടി അവിടെ ഉണ്ട്. കാരണം അതിൽ കമ്പയൽ ചെയ്തപ്പോൾ അതും കൂടി ഇട്ട് വെച്ചു. അതിൽ ആഗൂറിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. ഇത് ഞാൻ ആദ്യമൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം നല്ലത്. ധനവാനായി ഇങ്ങനെ പോയി അഹങ്കരിച്ച് ദൈവമില്ലെന്ന് പറയരുത്. അതുപോലെ ദരിദ്രനായി തെണ്ടി നടക്കുകയും ചെയ്യരുത്. കാര്യങ്ങൾ നടന്നു പോകണം. ഒത്തിരി പേരും വന്ന് പറയും, ബ്രദറെ കാര്യങ്ങൾ നടന്നാൽ മതി, എനിക്ക് സമ്പന്നനാകണമെന്നില്ല, അത് ദിവസത്തെ കാര്യങ്ങൾ നടന്നാൽ മതി. അങ്ങനെ ഇന്നും അങ്ങനെ നിലപാടുണ്ട്. ഇത് കണ്ടാൽ നല്ലൊരു വിസ്ഡം അതിലുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം, പക്ഷേ എൻ്റെ ഒപ്പീനിയൻ പ്രാർത്ഥിക്കരുത്. അതിന് കാരണം പറയാം. നമ്പർ 1, ഇതിൻ്റെ കാരണം ദിസ് ഈസ് ഹിസ് പേഴ്സണൽ പ്രെയർ. ആഗൂറിൻ്റെ പ്രാർത്ഥന, അദ്ദേഹം പറയുന്നത് ഇവിടെ 2 ഫിയറാണ് കാണുന്നത്. ഫിയർ ഓഫ് പോവർട്ടി, ഫിയർ ഓഫ് പ്രോസ്പെരിറ്റി. 2 ഭയമാണ്. ദരിദ്രനായി തീർന്നാൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ തള്ളിപ്പറയും. ഇപ്പോൾ ഇവിടെ ഈ ആഗൂറിൻ്റെ ഒരു പേഴ്സണൽ ഫിയറാണ്. അദ്ദേഹം പറയുന്നത്,
ഞാൻ ധനവാനായി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്, ദൈവം ആരെന്ന് ചോദിക്കും അല്ലേ, അഹങ്കരിക്കും. എന്നാൽ ദരിദ്രനായി കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്നു കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ പറഞ്ഞത്, മോഷ്ടിക്കാനും ദൈവത്തിൻ്റെ അതിനൂടെ വരരുത്, കാര്യങ്ങൾ നടന്നുപോയി. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് ഹിസ് പേഴ്സണൽ പ്രെയർ, നോട്ട് എ യൂണിവേഴ്സൽ കമാൻഡ്. മാത്രമല്ല, ദിസ് കനോട്ട് ബി ടേക്കൺ ആസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിസ്ത്യൻ പ്രേയേഴ്സ്. ഇതൊരിക്കലും ആ രീതിയിലുള്ള ഒന്നേ അല്ല. അത് അദ്ദേഹത്തിൻ്റെ പേടിയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ കാരണം, പഴയ നിയമത്തിൽ അദ്ദേഹം അങ്ങനൊരു സ്റ്റാൻഡ് എടുത്തു. എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പല ആളുകളും അവരുടെ ജീവിതത്തിൽ കൂടുതൽ ബ്ലെസ്സിങ്സ് വരുന്നതിനെ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പറയുന്നത് എൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി, എൻ്റെ ഭാര്യയുടെ, എൻ്റെ പിള്ളേരുടെ, ഞങ്ങളുടെ കാര്യം ഡെയിലി നടന്നു പോയാൽ മാത്രം മതി. അതിനപ്പുറത്തോട്ടുള്ളൊരു വിഷൻ അദ്ദേഹത്തിനില്ല. പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞത് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കാൻ. അതിന് പൈസ വേണ്ടേ? സി, സാൽവേഷൻ ഈസ് ഫ്രീ, ബട്ട് മിനിസ്ട്രി ഈസ് എക്സ്പെൻസീവ്. മിഷൻ ഈസ് എക്സ്പെൻസീവ്. അതിന് കാശ് വേണം. അതുകൊണ്ട് കർത്താവ് പോലും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിലങ്ങളോ എന്താണ് വയലുകളോ വസ്തുവകളോ വീടുകളോ ധനമോ എന്തെങ്കിലും കൊടുത്തോളാൻ പറയും. കർത്താവ് തന്നെ പറയാം ഫണ്ട് റൈസ് ചെയ്യും അവിടെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ, അതായത് വലിയ ദർശനങ്ങളൊന്നുമില്ല, എനിക്ക് മരിക്കുന്ന ആ കുഴിയിലെത്തുന്നത് വരെ എനിക്ക് ജീവിച്ചാൽ മതി എന്നാണെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയുള്ളവർ, ഞാനതാ പറഞ്ഞു, ഇത് ബാൻ ചെയ്യുമല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഉയർന്ന് ദൈവവേല ചെയ്യണം, വലിയ കാര്യങ്ങൾ ചെയ്യണം. കുറേ പേർക്ക് ബൈബിൾ മേടിച്ചു കൊടുക്കണം, അതിന് എക്സ്ട്രാ വേണ്ട പൈസ. കുറേ പേർക്ക് ട്രാക്ടർ കൊടുക്കണം, 2 പേർക്ക് വീട് വെച്ച് കൊടുക്കണം. ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കാൻ ഏതെങ്കിലുമൊക്കെ നിലയിൽ സഹായിക്കണം. ഇതുപോലെ ഈ വചനസത്യങ്ങൾ എല്ലായിടത്തും എത്തിക്കണം, കാശുണ്ടേ. അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനയാണത്. ഇതുപോലെ തന്നെ പഴയ നിയമത്തിലെ മറ്റൊരു ക്യാരക്ടറാണ് പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത്, യബേഷിന്റെ പ്രാർത്ഥന, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ, ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ദൈവം ചെയ്തത്, യബേഷ് എന്ന പിന്നീടുള്ള ചാപ്റ്റർ നമ്മൾ കാണുന്നുണ്ട്, യബേസ് എന്ന പേരിൽ തന്നെ ഒരു പട്ടണം പോലും ഉണ്ടായി. സോ അതേ പഴയ നിയമത്തിൽ തന്നെയാണ് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയും കൂടി ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പ് പ്രാർത്ഥന വേണം എന്നുള്ളത്. അതിനകത്ത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. എബേസിന്റെ പ്രാർത്ഥന നല്ലതാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ സമയത്ത് പൗലോസിന്റെ നിലപാട് നോക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ 12-13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ. സോ അവിടെ പൗലോസ് അവിടെ പറയുന്നത്, അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഐ ഹാവ് ലേൺ ടു ബി ഇൻ അബൻഡൻസ് ആൻഡ് ഓൾസോ ഇൻ നീഡ്. സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യം അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ട്രെച്ചബിലിറ്റി കണ്ടോ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. ആഗൂർ എന്താ പറയുന്നത്, എനിക്കത് വേണ്ട, ഇത് രണ്ടും എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കത് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ട്രെച്ചബിലിറ്റി പഠിക്കണം. ഇതിനാണ് ഞാൻ സാധാരണ ആർട്ട് ഓഫ് ലിവിങ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പല സീസണുകളിലൂടെ നമ്മൾ പോകാം, സമൃദ്ധിയുടെ സീസണിലൂടെ പോകാം, ദാരിദ്ര്യത്തിലൂടെ പോകാം. രണ്ടിലിരിക്കാനുള്ളൊരു അഭ്യാസം നമുക്ക് വേണം. ദാറ്റ് ഈസ് ദ റിയൽ ആർട്ട് ഓഫ് ലിവിങ് എന്നെ സംബന്ധിച്ചിടത്തോളം. 1 തിമോത്തി 6:17 പറയുന്നത്, ദ റിച്ച് ഷുഡ് ട്രസ്റ്റ് ഗോഡ് നോട്ട് റിച്ചസ്. അപ്പോൾ ധനവാന്മാർ ഈ ഭൂമിയിലുണ്ട്, ദൈവമക്കളിലുണ്ട്, സഭയ്ക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ പഠിക്കേണ്ട കാര്യം ഇതാണ്, നിശ്ചയമില്ലാത്ത ഈ ധനത്തിലല്ല. ധനമുണ്ട് അവർക്ക്, ധനവാന്മാരാണ്, പക്ഷെ അതിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ പഠിപ്പിക്കണമെന്ന് പറയാം. ടീച്ച് ദ റിച്ച് എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ഈ ലോകത്തിലെ 17-ാമത്തെ വചനം, ധനവാന്മാരുടെ ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി, അങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ്. അതെ. അപ്പോൾ അവിടെ ധനമുള്ളവരും അപ്പോൾ ഈ തിമോത്തിയോസിൻ്റെ ചർച്ചിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ദൈവം എല്ലാവരെയും
ആ രീതിയിലല്ല നടത്തുന്നത്. ചില ആളുടെ കയ്യിൽ കർത്താവ് വെൽത്ത് കൊടുക്കും, അതും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ. അല്ലാതെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത്. ദൈവമക്കളുടെ കയ്യിൽ കർത്താവ് റിസോഴ്സസ് തന്നാൽ, പണം തന്നാൽ, അതിനൊരു ഉദ്ദേശമുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മണി വിത്ത് എ മിഷൻ എന്നാണ്. മണി വിത്ത് എ മിഷൻ. അവരുടെ കയ്യിലുള്ള പണം ഏതെങ്കിലും വിശ്വാസികളുടെ കയ്യിൽ, ദൈവമക്കളുടെ കയ്യിൽ പണം തന്നാൽ അതിനൊരു ദൗത്യമുണ്ട്. അത് ചുമ്മാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. അതേസമയം ദുഷ്ടൻ്റെ കയ്യിൽ കിട്ടുവാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ, ഞാൻ ദുഷ്ടൻ ഉദ്ദേശിച്ച് ബൈബിളിൻ്റെ ഒരു ലാംഗ്വേജാണ്, ആരെയും ദുഷ്ടൻ എന്ന് വിളിക്കുമല്ല, അങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. മറ്റുള്ളവരുടെ കയ്യിൽ അത് കിട്ടുവാണെങ്കിൽ അവർ വിക്കറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അവരുടെ കയ്യിൽ പൈസ കിട്ടിയാൽ അവരത് അടിച്ച് പൊളിച്ച് തീർക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ സുഖലോലുപത്തിൽ ജീവിക്കും. ദൈവമക്കളുടെ കയ്യിൽ കർത്താവ് കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു മിഷനുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് പണം വേണ്ട, എനിക്ക് ദാരിദ്ര്യം വേണ്ട എന്ന് പറയുകയല്ല വേണ്ടത്. പകരം കർത്താവെ, നീ എൻ്റെ കയ്യിൽ പണം തന്നാൽ നിൻ്റെ വേലയ്ക്കായി, ദൈവരാജ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക. അത് ഹാൻഡിൽ ചെയ്യാനുള്ള മാനേജീരിയൽ കപ്പാസിറ്റി ആണ് എനിക്കാവശ്യം. ഇതാണ് നമ്മൾ പറയേണ്ടത്. അതെ, വേണ്ടത് ഏതാണ്, വേണ്ടാത്തത് ഏതാണ് എന്ന് വിവേചിച്ച് അതിനെ ചിലവഴിക്കാനും ഒക്കെയുള്ള ഒരു പ്രത്യേക ജ്ഞാനമാണ് അവിടെ നമുക്ക് ആവശ്യം. നമ്മുടെ ഈ ഈ ഒരു ഗോളം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഈ തെറ്റായ കുറച്ച് പരിവേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ആത്മീയതയുടെ ഉത്തുംഗം എന്ന് ചിന്തിക്കാവുന്ന, അടയാളം എന്ന് ചിന്തിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിച്ചു, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ആഭരണത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉന്നത ആത്മീയ നിലവാരം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദാരിദ്ര്യം ശരിക്കുള്ളൊരു ആത്മീയതയുടെ അടയാളമാണോ? ഐ ഡോണ്ട് തിങ്ക്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ദരിദ്രന്മാരും ആത്മീയരായിരിക്കണമല്ലോ. ആത്മീയതയെ അളക്കുന്നത് പോവർട്ടി കൊണ്ടോ പ്രോസ്പെറിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാൻഡേർഡ് കൊണ്ടല്ല. മാത്രമല്ല, ചിലർ ഈ ദാരിദ്ര്യത്തെ ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം യേശു ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. യേശുവിന് തലയായിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, യേശുവിന് ചെരുപ്പുണ്ടായിരുന്നില്ല, യേശുവിന് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. യേശു ഇങ്ങനെ എല്ലാവരും കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ദരിദ്രന്, അങ്ങനൊരു പിക്ചറുണ്ട്. പക്ഷെ ഗോസ്പലിൽ അതില്ല. ഞാനൊരു പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, ദ റിയൽ ജീസസ്, യഥാർത്ഥ യേശു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചതാണ്. അതിൽ ശരിക്കും നമ്മൾ വചനം എടുത്ത് വേണ്ടാത്ത കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റി പഠിച്ചാൽ യഥാർത്ഥ യേശു ആരാണ്? ഫിലിപ്പ് യാൻസിയാണെന്ന് തോന്നുന്നു, ദ ജീസസ് ഐ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എടുത്ത് വായിക്കാം. അതായത് ഒത്തിരി പേരുടെ അകത്തും യേശുവിനെക്കുറിച്ചുള്ള ചിത്രം വളരെ ഡിസ്റ്റോർട്ടഡാണ്. എല്ലാം മാറ്റിവെക്കുക. ഈ 4 ഗോസ്പൽസിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ജീവിതം, പ്ലസ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലേഖനങ്ങളിൽ അവൻ്റെ വെളിപ്പാട്, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ യേശു ഭൂമിയിൽ എങ്ങനെയായിരുന്നു, അതിന് ശേഷം, ഇതെല്ലാം ബൈബിളിലുണ്ടല്ലോ. ഇതിലൊരിക്കലും യേശു ഒരിക്കലും പോവർട്ടിയെ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ബൈബിളിൽ ഒരു സ്ഥലത്തുമില്ല. പോവർട്ടി ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ വെർച്യൂ. പോവർട്ടി ഈസ് നോട്ട് എ സൈൻ ഓഫ് ഹോളിനെസ് ഓർ സ്പിരിച്വാലിറ്റി. ഒരു സ്ഥലത്തും അങ്ങനെയില്ല. ഞാൻ ബാലൻസാണ് പറയുന്നത്. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ്, തിയറിറ്റിക്കലി സ്പീക്കിംഗ്, പോവർട്ടി ഈസ് നോട്ട് എ ബ്ലെസ്സിങ്. ദാരിദ്ര്യം ഒരു അനുഗ്രഹമല്ല. കാരണം ഒരു കുടുംബത്തിൽ ദാരിദ്ര്യം പിടിച്ചേക്കുക, ആ കൊച്ചിന് ഒരു വീട്ടിൽ ആ കുട്ടിക്ക് ഒന്ന് മെഡിസിന് പോകാൻ ആഗ്രഹം, പക്ഷെ കാശില്ല, പോയില്ല. നല്ലൊരു ഡ്രസ്സില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അനുഗ്രഹമാണോ? ഭക്ഷണമില്ലാതിരിക്കുന്നു, അത് ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവോ? അപ്പം ബൈബിൾ ഒരിക്കലും അത് പറയുന്നില്ല. അപ്പോൾ ഈ ദാരിദ്ര്യം വരുന്ന രീതികൾ പലതും. എന്തുകൊണ്ട് ദാരിദ്ര്യ ഭൂമിയിൽ? എന്നെ അതിശയിപ്പിച്ചുള്ള കാര്യം പറയാം. ദൈവം ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഈ ഭൂമി മൊത്തം നിറഞ്ഞതിനെ കീഴടക്കാൻ പറഞ്ഞു. മൾട്ടിപ്ലൈ, റീപ്ലനിഷ് എന്നാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ എത്ര മനുഷ്യർ പെരുകിയാലും അവർക്കുള്ള എല്ലാം ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ട്.
Yes. ഇവിടെ ഒരു ദാരിദ്ര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ ഭൂമി മൊത്തം മനുഷ്യൻ നിറഞ്ഞാലും അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഷോർട്ടേജ് ഉണ്ടാവില്ല. Amen. Yes. നോ. ഭക്ഷണം ഇവിടെ ഉണ്ട്. സമുദ്രത്തിൽ വേണ്ടത്ര മത്സ്യമുണ്ട്. ആവശ്യമുള്ള സകലവും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മൊത്തം നിറയാനുള്ളത് ഒറിജിനൽ പേർപ്പസ് അതാണ്, മൊത്തം നിറയുക. പിന്നെ എങ്ങനെ ഈ ദാരിദ്ര്യം ഉണ്ടായി? പല കാരണങ്ങളുണ്ട്. മെയിൻലി മനുഷ്യൻ്റെ വീഴ്ച, പാപം ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പം തന്നെ കർത്താവ് പറഞ്ഞല്ലോ, മുള്ളും പറക്കാരെ എന്നുവെച്ചാൽ പലതും മുളക്കാൻ തുടങ്ങും. കൂടാതെ നീ ഒത്തിരി അധ്വാനിക്കേണ്ട ടോയിൽ ആൻഡ് മോയിൽ ഇവിടെ വന്നു. ഇങ്ങനെയുള്ളതെല്ലാം വന്ന് മനുഷ്യൻ്റെ വീഴ്ചയിലൂടെയാണ്. എങ്കിലും ദാരിദ്ര്യത്തിൻ്റെ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒപ്രഷൻ, ഇനീക്വാലിറ്റി, പിന്നെ ദ ഡെവിൾ ഹിംസെൽഫ്. എങ്ങനെ പറയാൻ കാരണം, മോഷ്ടിക്കാനും മുടിക്കാനും ആർക്കാനും. ഇപ്പോൾ സ്റ്റീലർ, ഹീസ് ദ തീഫ്, എടുത്തുകൊണ്ട് പോകും. ലേസിനെസ്, ഇൻജസ്റ്റിസ്, ഇഗ്നറൻസ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, ബ്രോക്കൺ സിസ്റ്റംസ്, ജഡ്ജ്മെൻറ്റ്, ട്രാജഡി, വാർ, ജനറേഷണൽ ഡിസ്ഫങ്ഷൻ, കേഴ്സ്. ഇതെല്ലാമാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്നത്. വലിയൊരു ലിസ്റ്റാണ് അത്. എല്ലാം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു, എൻ്റെ മലയാളം ഞാൻ പറഞ്ഞില്ല, ഏകദേശം പിക്ചർ കിട്ടിക്കാണല്ലോ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് ദാരിദ്ര്യം വരുന്നത്. ഇനി സമ്പന്നത വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. വിസ്ഡം, സോളമൻ്റെ കാര്യം എടുത്തേ, ജ്ഞാനം, ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ നല്ല കഠിനാധ്വാനം, സൂക്ഷ്മതയോട് പ്രവർത്തിക്കുക. ഫേവർ, സ്റ്റുവർഡ്ഷിപ്പ്, ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ്, ഇൻഹെറിറ്റൻസ്, ക്രിയേറ്റിവിറ്റി, റൈച്ചസ്നസ്, കറപ്ഷൻ, ദ ഡെവിൾ, സാത്താനും കൊണ്ടൊരു സമ്പന്നത. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന് പറഞ്ഞാൽ ഒന്ന് കുമ്പിട്ടാൽ മതി, ഇതെല്ലാം തന്നേക്കാം. സോ ഡെവിൾ ഓഫർ ചെയ്യുന്ന സമ്പന്നതയും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കിടപ്പ്. പക്ഷേ ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല. ദ ഹാർട്ട്. ഞാൻ എന്തിൻ്റെ പുറകെ പോകും? എൻ്റെ കയ്യിൽ കാശ് വന്നാൽ കാശിൻ്റെ പുറകെ പോകുമോ, കാശ് എന്ന ദൈവത്തിൻ്റെ പുറകെ പോകും? ഇതാണ് ദൈവം നോക്കുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, പക്ഷേ നീയാണ് എൻ്റെ ഇടയൻ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് നിൻ്റെ ടേബിളിലുള്ളത് മതി. നിൻ്റെ എണ്ണ എൻ്റെ തലയിൽ വീണ, നീ മുഖാന്തരം എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞാൽ മതി. മനസ്സിലാവും? ആ ഹാർട്ടാണ് ദൈവം നോക്കുന്നത്. സോ ആത്മീയതയുടെ അടയാളം എന്ന് പറയുന്നത് അപ്പം ദാരിദ്ര്യവുമല്ല, സമ്പത്തുമല്ല, നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നോക്കി ഓടുന്ന, അല്ലെങ്കിൽ കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച് പോകുന്ന ആ ജീവിതമാണ്. ഒരു മനുഷ്യൻ്റെ ആത്മീയത അളക്കുന്ന അളവുകോൽ ഒരിക്കലും അയാളുടെ ബാങ്ക് ബാലൻസോ അയാളുടെ സമ്പന്നത, ആ അളവുകോൽ എന്ന് പറയുന്നത് ഒരിക്കലും അയാളുടെ സമ്പത്തല്ല, അല്ല ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് അല്ല. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഒരാൾ ഭയങ്കര ദരിദ്രനാണ്, അതിൻ്റെ അടുത്ത് അയാൾ പോക്ക, അയാൾ പോകാൻ പോലെ പ്രാർത്ഥന ചെയ്ത് അങ്ങനെ മുദ്ര കുത്തരുത്. എത്രയോ പേരേക്ക് കോടീശ്വരന്മാരാണ്, വളരെയധികം ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെറ്റക്കുടിലായിരിക്കാം, പക്ഷേ ആത്മനിറവിൽ ജീവിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് ആ അളവുകോൽ ഉപയോഗിക്കരുത്. ചില രാജ്യങ്ങളിലൊക്കെ ദൈവദാസന്മാരൊക്കെ പ്രോസ്പിരിറ്റി നോക്കിയിട്ടാണ് അവർ അനോയിൻറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലും തെറ്റാണ്. നോ, ഇവിടെ ഞാൻ പറയാം, ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് സദൃശവാക്യങ്ങൾ 10:4 ലേസി ഹാൻഡ്സ് മേക്ക് ഫോർ പോവർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക, മടിയുള്ള അലസതയുടെ കൈകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അലസത. ചില ആളുകൾ ജോലിക്ക് പോകില്ല, അവർ ദാരിദ്ര്യത്തിലേക്ക് പോകും. അത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 13:18 പോവർട്ടി കംസ് ടു ദോസ് ഹു ഇഗ്നോർ ഡിസിപ്ലിൻ. നല്ലൊരു അച്ചടക്കമില്ല, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, ദാരിദ്ര്യത്തിലേക്ക് പോകാം. സദൃശവാക്യം 22:7 ബോറോവർ ബിക്കംസ് സെർവൻറ്റ് ടു ദ ലെൻഡർ. കടം വാങ്ങുന്നവൻ കടം കൊടുത്തവൻ്റെ അടിമയായി പോകും. അപ്പം ഞാൻ ചോദിക്കുന്നത്, അടിമകളായി ജീവിക്കണോ? ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിച്ച് കടം വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്, വിശ്വാസികളുടെ ഇടയിലുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ ഒരാളോട് കടം വാങ്ങി, അയാൾ എൻ്റെ ബോസായി, അയാൾ എൻ്റെ മാസ്റ്ററായി, പിന്നെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി നിനക്ക് വിശ്വാസം ഉണ്ടായിട്ട് കാശുക എന്നും നമുക്കൊരു അലോസരമാണ്. ഇനി മറുവശം മൊത്തത്തിൽ ദൈവത്തിൻ്റെ വചനം എടുത്ത് നോക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ 3-ാം ലേഖനം 2-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ആൻഡ് ബി ഇൻ ഹെൽത്ത് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. അങ്ങനൊരു വചനം വളരെ ഫേമസ് ആണ്, എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു വചനം.
ഇത് യോഹന്നാനാ പറയുന്നത് 90കളിലേക്കായിരിക്കും ആ സമയത്ത്. നല്ല പ്രായമായ ഈ അപ്പസ്തോൽ, സ്നേഹത്തിൻ്റെ അപ്പസ്തോൽ, മൂന്നാം സ്വർഗത്തിലൊക്കെ പോയി കർത്താവിനെ നേരിട്ട് കണ്ട ആൾ, ഇവിടെയും കണ്ടിട്ടുണ്ട് അവിടെയും കണ്ടിട്ടുണ്ട്. ആ ആളാ പറയുന്നത് എല്ലാം നിനക്ക് ശുഭമായും ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായും. അവിടെ ആ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, പ്രോസ്പർ. അപ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറയും നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയേണ്ട ഒരു വേർഡല്ല. ഇത് കൂടാതെ ഞാൻ ആദ്യമായി വചനം കേൾക്കുന്നത്, അതായത് സങ്കീർത്തനങ്ങൾ 35:27. ഈ വചനം ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഡൽഹിയിൽ ടാൽക്കറ്റോറ സ്റ്റേഡിയത്തിൽ ജോൺ ഓസ്റ്റിൻ വന്ന് പ്രസംഗിക്കുക. ഇന്നത്തെ ജോൽ ഓസ്റ്റിൻ്റെ, ലേക്ക്വുഡ് ചർച്ചിൻ്റെ സ്ഥാപകൻ ജോൺ ഓസ്റ്റിൻ വന്ന് പ്രസംഗിക്കുക. അപ്പം അന്ന് അദ്ദേഹം ഈ വാക്യം എടുത്ത് വായിച്ചു. അതിൽ പറയുന്നത് ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് സെർവൻറ്റ്. അങ്ങനെ തൻ്റെ ദാസന്മാരുടെ ശ്രേയസിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അപ്പോൾ അവിടെ ഈ പ്രോസ്പെരിറ്റി എന്നുള്ളൊരു വേർഡ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ കഥ പറയുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദർ വർ ടൈംസ് ഇൻ മൈ ലൈഫ് വെർ ഐ ഹാഡ് നോ മണി ടു ബൈ എ സാൻഡ്വിച്ച്. മനസ്സിലായോ? ഒരു സാൻഡ്വിച്ച് മേടിക്കാനുള്ള പൈസ പോലും ഇല്ലായിരുന്ന കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവം കാഴ്ചപ്പാടുകൾ മാറ്റി, വെറുതെ പൈസ ഉണ്ടാക്കുകയല്ല, കാശിൻ്റെ കയ്യിൽ തന്നാൽ ഗ്ലോബൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി ഉപയോഗിക്കും. ആ കാഴ്ചപ്പാടിൽ ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് ഇന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി എത്രയോ 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 അദ്ദേഹം ചെയ്തു. പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിന് വേണ്ടി. അപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഡെയിലി എനിക്കും ഡോഡി ഓസ്റ്റിനും ജോൽ ഓസ്റ്റിനും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ളത് മാത്രം എനിക്ക് മതി എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറയില്ലായിരുന്നു. അദ്ദേഹം അറിയപ്പെടാനേ എന്നല്ല, ഒരു വേൾഡ് ഇമ്പാക്റ്റ് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഒരിക്കലും പ്രോസ്പെരിറ്റിയെ ഈ മൊത്തത്തിൽ തള്ളിക്കളയാതെ ദൈവം നമ്മുടെ കയ്യിൽ അനുഗ്രഹങ്ങളെ, റിസോഴ്സസിനെ തന്നാൽ എങ്ങനെ അത് ചാനലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ ഈ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ ഡിസ്റ്റോർട്ടഡ് വേയിൽ പൊതുവെ ആളുകൾ അത് പറയാറുണ്ട്. ഇപ്പം ബൈബിളിലെ ഒരു വചനം അങ്ങനെയില്ല, പക്ഷെ പൊതുവെ പറയുന്ന കേട്ടിട്ടുണ്ട്, ദൈവം ദുഷ്ടനെ പന പോലെ ഉയർത്തും. കേട്ടിട്ടുണ്ടോ? പക്ഷെ സത്യത്തിൽ നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നാണ് ബൈബിളിലെ വചനം. പക്ഷെ എവിടെയൊക്കെയോ പറയുന്ന ദുഷ്ടനെ പന പോലെ വളർത്തും എന്നുള്ള രീതിയാണ്. ഇത് ആരും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അത് ഞാൻ സെയിൻറ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി BSc പഠിക്കുന്ന സമയത്ത്, ഒരു പ്രൊഫസർ ക്ലാസ്സിനിടയിൽ പറയാം, ബൈബിൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. ഞാൻ കേട്ടത് നേരിട്ട്, പ്രൊഫസറാണ് പറയുന്നത്, ബൈബിൾ വായിച്ചിട്ടില്ല. അതെ, അതിങ്ങനെ കേട്ട് വരിക. ഇതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ ചില പഠിപ്പിക്കലുകളും ഇത്തരത്തിൽ ആളുകൾക്ക് കുറച്ചധികം സംശയം അല്ലെങ്കിൽ എന്താ പറയുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പൊതുവേ ധനമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നീയൊക്കെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെ നീയൊക്കെ, അത് അവിടെ പറയുന്നുണ്ട്. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നത് പോലെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാണുമ്പോൾ ഒരു സൂചി ഉണ്ടല്ലോ, തുന്നുന്ന സൂചി, ആ സൂചിയുടെ അകത്തൂടെ ഒട്ടകം കടക്കുമോ? ഒരിക്കലും കടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവത്തില്ലല്ലോ. അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ ധനവാൻ പോകത്തില്ല, ഒരിക്കലും പോകില്ല. അത് എന്നാണ് യേശു കർത്താവിൻ്റെ ഈ ഒരു വചനം. ഇതുപോലെ ഒട്ടനവധി വചനങ്ങൾ ഉണ്ടായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ശരിക്കും ഈ സമ്പത്തിനെതിരേക്ക് ഇത്തിരി വിരോധമുള്ള ഒരാളായിരുന്നു. യാഥാർത്ഥ്യം ആ ഭാഗം നമുക്കൊന്ന് നോക്കുന്നതല്ലേ. മത്തായി എഴുതിയ സുവിശേഷം 19:24 ക്ഷമാ സിസ്റ്റർ പറഞ്ഞ വചനം കിടക്കുന്നത്. മത്തായി 19:24. Again I tell you, it is easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം മനസ്സിലാക്കണമെന്ന് അതിന് മുമ്പ് വായിക്കണം. അതിനു മുമ്പ് ധനവാനായൊരു മനുഷ്യൻ, ഒരു റിച്ച് യങ് റൂളർ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുന്നു, നീ സ്വർഗരാജ്യത്തിൽ കടക്കാൻ എന്ത് ചെയ്യണം ഗുരുവേ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ യേശു പറയുന്നു, ആദ്യം കൽപ്പനകളൊക്കെ അനുസരിക്കാൻ, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാ ഒരു പണി, നീ പോയിട്ട് നിന്റെ വസ്തുക്കളൊക്കെ വിട്ടിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് വന്നു പുള്ളി അതോടുകൂടി
ഡെസ്പായി ദുഃഖിച്ച് എനിക്ക് നിന്റെ ശിഷ്യത്വം വേണ്ട, ഒരു പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞ ആള് പോയി. യേശുവിൻ്റെ ശിഷ്യനാകാനുള്ള വലിയൊരു വിളി, സാധാരണ വിളിയല്ലത്. എന്ത് വിളിയാണെന്ന് ഓർക്കണം. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റിലേക്ക് ഒരാൾ വിളിക്കുന്നു, എന്തായിരിക്കും അയാളുടെ ഗമ? അതൊന്നുമല്ല, ഇതെല്ലാം ഉണ്ടാക്കിയ ആൾ വന്നിട്ട് വിളിക്കുക, ബി മൈ ഡിസൈപ്പിൾ എന്നിട്ട് പറയും, ഇത് കൊടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ അയാൾ ദുഃഖിച്ച് പോയി കഴിയും. അപ്പോഴാണ് യേശു ഇത് പറയുന്നത്. അത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സോ ജീസസ് വാസ് നോട്ട് സേയിങ് ദാറ്റ് റിച്ച് പീപ്പിൾ cannot be saved. ഒരു ധനവാനും ഒരിക്കലും രക്ഷിക്കപ്പെടില്ലെന്നല്ല യേശു പറഞ്ഞത്. പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണം പറയാം, he was warning about the spiritual danger of trusting in wealth instead of trusting in God. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ധനത്തിൽ ആശ്രയിച്ചാൽ അങ്ങനെയുള്ളവർ, അവനതാണല്ലോ പറ്റിയത്, അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യേശു അവിടെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ ഒരു സൂചിക്കുഴയിലൂടെ, ഈ സൂചിക്കുഴയിലൂടെ ഒരു നൂല് കോർക്കാൻ തന്നെ, മക്കളെ ഒന്ന് വന്ന് ഇതൊന്ന് കോർത്തേ, അല്ലെങ്കിൽ ആ കണ്ണടയും എടുത്തേ, ഭൂതക്കണ്ണടയും എടുത്ത്, കാരണം അത്രയ്ക്ക് പ്രയാസപ്പെട്ടാണ് ഒരു ത്രെഡ് പോലും അതിലൂടെ എടുക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ഒട്ടകം അതിലൂടെ ചിന്തിക്കുക പോലും വേണ്ടല്ലോ. ദിസ് ഈസ് കോൾഡ് ഹൈപ്പർബലി എന്ന് വെച്ചാൽ അതിശയോക്തി. ഒരു കാര്യത്തിന് പഞ്ചുണ്ടാകാൻ, സ്ട്രെസ് ഉണ്ടാകാൻ, അതിന് ഗൗരവം ഉണ്ടാകാൻ വേണ്ടി വളരെ ഇമ്പോസിബിളായിട്ടുള്ളതുപോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം പറയാം, അത്രയ്ക്ക് ഇതാണെന്ന് കമ്പയർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് സ്റ്റൈലാണ് ഇത്. ഏതോ പോഡ്കാസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഹൂദന്മാരുടെ സംസ്കാരത്തിൽ അവരുടെ നോർമൽ പറച്ചിൽ പഴഞ്ചൊല്ലുകളൊക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 26-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പോൾ നേരത്തെ വായിച്ചത് 24. അതിൻ്റെ താഴെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. 26, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പോരെ, മനുഷ്യർക്കത് ബുദ്ധിമുട്ടാണ്. അവിടെ പറയുന്നത് വിത്ത് മാൻ ദിസ് ഈസ് ഇംപോസിബിൾ, ബട്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ ഇൻക്ലൂഡിങ് ദിസ്. എന്ന് വെച്ചാൽ ഒരു ധനവാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യരാൽ അസാധ്യമാണെങ്കിലും ദൈവത്താൽ സകലവും സാധ്യമാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവം വെച്ച സാൽവേഷൻ ട്രാക്കിലോട്ട് കയറിയാൽ, ധനവാനായാലും ദരിദ്രനായാലും അപ്പർ ക്ലാസ് ആയാലും ലോവർ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും സാൽവേഷൻ പാത്തിലൂടെ ദൈവത്തിലേക്ക് പോകാമെന്നല്ലേ എൻ്റെ അർത്ഥം. മനുഷ്യർക്കത് ബുദ്ധിമുട്ടാണ്. ഇനി ദരിദ്രന് ഇതുപോലെ കയറാൻ പറ്റുമോ? നോ. ദാരിദ്ര്യം കൊണ്ട് സ്വർഗത്തിൽ പോകുമാരെങ്കിലും? നോ. ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ അത് വെച്ചിട്ട് പറയും, കണ്ട ആ ധനികൻ അവിടെ, അയാൾ ധനികനായതുകൊണ്ട് അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ദാരിദ്ര്യം പിടിച്ച ആളായത് അവിടെ പോയി. അതല്ല അവിടുത്തെ പാരാമീറ്റർ. ദരിദ്രൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. മറ്റേ ധനികൻ ഇതാ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എല്ലാം ഉണ്ടല്ലോ, ആ ധനത്തിൽ ആശ്രയിച്ചു. അതാണ് അവിടുത്തെ വ്യത്യാസം. ആരെ നീ സേവിക്കുന്നു? അപ്പം ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ പിശാചല്ല, ധനമാണ്. കാരണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, മണി ഗോഡ്, സേവിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ ഇയാളെ സേവിച്ചിട്ട് ഇയാൾ, അല്ലെങ്കിൽ ഇയാളെ സേവിച്ചിട്ട് ഇയാളെ, ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഈ കൂട്ടത്തിൽ ഞാൻ ചില വചനങ്ങളൂടെ പറഞ്ഞോട്ടെ. 1 തിമോത്തിയോസ് 6:9-10 അതിൽ പറയുന്നത്, ദ ലവ് ഓഫ് മണി ഈസ് എ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്നത് മണി ഈസ് ഈവിൾ, മണി ഈസ് ഈവിൾ, മണി ഈസ് ഈവിൾ എന്ന് വെച്ചാൽ പണം തന്നെ ചീത്ത അഴുക്കാണെന്ന് പറയും. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ദ ലവ് ഓഫ് മണി, ദ്രവ്യത്തോടുള്ള ആഗ്രഹം, ധനമോഹം, പണത്തോടുള്ള ആഗ്രഹം. മത്തായി 6:24 യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമൻ എന്ന് നേരത്തെ പറഞ്ഞത്, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധ്യമല്ല. ലൂക്കോസ് 12:15 ബിവെയർ ഓഫ് കവച്ചസ്നെസ് എന്ന് തന്നെ പറയുന്നത്, ദ്രവ്യാഗ്രഹം, സകല ദ്രവ്യാഗ്രഹവും. എബ്രായ ലേഖനം 13:5 കീപ് യുവർ ലൈഫ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി.
ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സൂക്ഷിച്ചോളാൻ പറയും. മർക്കോസ് 4:19 ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് ചോക്സ് ദ വേർഡ്. വചനത്തെ ഞെരുക്കുന്ന എന്താണ്? ധനത്തിന്റെ വഞ്ചന. ലൂക്കോസ് 18:24-25 വായിക്കുമ്പോൾ ഹാർഡ് ഫോർ ദോസ് ട്രസ്റ്റിംഗ് റിച്ചസ് ടു എൻ്റർ ദ കിങ്ഡം. വീണ്ടും പറയുന്നുണ്ട്, ധനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ധനം എന്ന് പറയുന്നത്, ഈ ധനത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്, വെൽത്ത് ഈസ് എ ടെറബിൾ മാസ്റ്റർ ബട്ട് എ യൂസ്ഫുൾ സെർവൻറ്റ്. ധനത്തെ നമ്മുടെ യജമാനാക്കി കഴിഞ്ഞാൽ തീർന്നു, എന്നാൽ നമ്മുടെ സെർവൻ്റ് ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം യേശു കർത്താവ് ശരിക്കും സമ്പത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ വാർണിംഗ് ആണ്. അതായത് പറഞ്ഞില്ലേ, ഡിസീറ്റ്ഫുൾനെസ്, ഇങ്ങനെയുള്ള മാമോൻ, ഇതിനൊക്കെ അത് സൂക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ യേശു പോലെ ഈ ഭൂമിയിൽ പൈസ ഉപയോഗിച്ചു. ഒരു ട്രഷറർ പോലും ഉണ്ടായിരുന്നു, പണസഞ്ചി ഉണ്ടായിരുന്നു. കാശില്ലാതെയല്ല യേശു ഇവിടെ മിനിസ്റ്റർ ചെയ്തത്, യേശുവും പണം ഉപയോഗിച്ചു. അപ്പം ഈ യേശു കർത്താവിൻ്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ബൈബിൾ ഈ സമൃദ്ധിയുടെ കാര്യത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? മൊത്തത്തിൽ ഈ ആദ്യത്തെ പോഡ്കാസ്റ്റ് തുടങ്ങി ഞാൻ പറയുന്നൊരു കാര്യം, ദ എൻറ്റയറിറ്റി ഓഫ് ദ ബൈബിൾ, ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. മൊത്തത്തിലെടുത്താൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോസ്പെരിറ്റിയെ, ആ വേർഡ് ഞാൻ പറഞ്ഞില്ല, ബ്ലെസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു അലർജിയും ചൊറിച്ചിലൊക്കെ വരും. പ്രോസ്പെരിറ്റി കേൾക്കുമ്പോൾ ചിലരുടെ BP കൂടും, ഭയങ്കരമായിട്ട് അവർക്ക് വെപ്രാളം ഉണ്ടാവും. അയാളാണ്, ഇയാളെ പ്രോസ്പെരിറ്റി കൊണ്ട് വന്നിരിക്കുകയാണ്, യോ അങ്ങനത്തെ ഒരു. അങ്ങനെയല്ല, ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ ആ വേർഡുണ്ട്. ബൈബിൾ മൊത്തം ബ്ലെസ്സിങ് ആണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നത് പോലും ബ്ലെസ്സിങ് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ല, നിന്നിലൂടെ ലോകത്തിലെ സകല വംശങ്ങളും കുടുംബങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിലാണ് നമ്മൾ പോലും, ആ കെയർ ഓഫിലാണ് നമ്മൾ പോലും ഇന്ന് ഭൂമിയിൽ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ അനുഗ്രഹം ജാതികളുടെ മേലെ വരാം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളുടെ മേൽ, അത് പരിശുദ്ധാത്മാവിലൂടെ വന്ന് അതിൻ്റെ ഫുൾനെസ്സിലേക്ക് വരുന്നു. അപ്പം നമുക്ക് അങ്ങനെ കളയാവുന്നൊരു സാധനമല്ല ബ്ലെസ്സിങ്ങും പ്രോസ്പെരിറ്റിയും ഒക്കെ. ഞാനതിൻ്റെ ഒരു ബാലൻസ്ഡ് വ്യൂയിലേക്ക് വരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രോസ്പെരിറ്റി, ബൈബിളിലെ പ്രോസ്പെരിറ്റി, ഈ പറഞ്ഞ പോലെ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിലേക്ക് വന്ന, അല്ലെങ്കിൽ ബ്ലെസ്സിങ് കൂടെ ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴത്തേന് അയാളുടെ ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം പിന്നെയൊന്നും നോക്കണ്ട, എല്ലാം കൂടി കറക്റ്റ് ശരിയായി അയാൾ ഒരു വലിയ കുബേരനായി മാറി ഭയങ്കരമായിട്ട് അടിച്ചു കയറിപ്പോവും. അതല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം ഐ ബിലീവ് ഇൻ എ ഹോളിസ്റ്റിക് പ്രോസ്പെരിറ്റി. ഈ ഹോസ്പിറ്റലിലൊക്കെ ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം അവിടെ പലവിധ, അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ പല ആസ്പെക്റ്റിലുള്ള രോഗങ്ങൾ പല ചികിത്സാ മുറകളിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ അവർ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും അതും ഇതും ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു സാധനമുണ്ട്, ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ഒരു ശരിയായ ഒരു അഭിവൃദ്ധിയും സമൃദ്ധിയും വരണം. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്പർ 1, ആദ്യം വരേണ്ട എവിടെ? സ്പിരിച്വൽ ലൈഫ്. ഇതിന് പകരം ഇതങ്ങ് തിരിച്ചു വെക്കും, ഉൾട്ടാ വെക്കും. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് പ്രോസ്പെരിറ്റി വേണം. അതിൻ്റെ അർത്ഥം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ എവ്രി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഈസ് റിലീസ്ഡ് ഇൻ ക്രൈസ്റ്റ്. അല്ലേ? സ്വർഗത്തിലെ സകല നന്മകളും ക്രിസ്തു യേശുവിൽ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്പർ 2, ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നടക്കണം, അകത്തൊരു രൂപാന്തരം. അതാണ് റോമാലേഖനം 12:2 റിന്യൂവൽ ഓഫ് ദ മൈൻഡ്. നമ്പർ 3, വിസ്ഡം ഫോർ ലൈഫ്. യാക്കോബിൻ്റെ ലേഖനം 1:5 പറയുന്നു, ഗോഡ് ഗീവ്സ് വിസ്ഡം ജനറസ്ലി. ചോദിച്ചാൽ മതി, തന്നേക്കാന്ന് പറയുന്നു, ഔദാര്യമായിട്ട്. അടുത്തൊരു പ്ലസ് ഒരു പ്രോസ്പെരിറ്റിയാണ് ഫ്രൂട്ട്ഫുൾനെസ്. യോഹന്നാൻ 15:5 പറയുന്നു, അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് പ്രൊഡ്യൂസസ് മച്ച് ഫ്രൂട്ട്. ഇതെല്ലാം പ്രോസ്പെരിറ്റിയിൽ പെടുന്ന കാര്യമാണ് ഈ പറയുന്നത്. അടുത്തത് സ്റ്റെബിലിറ്റി ആൻഡ് ബ്ലെസ്സിങ്. സങ്കീർത്തനങ്ങൾ 1:1-3 വരെ വായിക്കുമ്പോൾ, ദ റൈച്ചസ് പേഴ്സൺ പ്രോസ്പേഴ്സ് ഇൻ വാട്ട് എവർ ഹി ഡസ്. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും എന്നാണ്. പക്ഷേ അതിൻ്റെ കറക്റ്റ്, everything that he does with his hands will prosper. അവൻ കൈകൊണ്ട് ചെയ്യുന്നതിൽ എല്ലാത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. അതുകൂടാതെ സക്സസ് ത്രൂ ഗോഡ്സ് വേർഡ്. യോശുവയുടെ പുസ്തകം 1:8 പറയുന്നു, മെഡിറ്റേറ്റിംഗ് ഓൺ ഗോഡ്സ് വേർഡ്. ഈ വചനം രാപകൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം.
ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിബ്ലിക്കൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് കാശ് മാത്രമല്ല, കാറല്ല, വീടല്ല, ജീവിത സൗകര്യങ്ങളല്ല, ആധുനികമായ എല്ലാ സാധനങ്ങളും വരുന്ന അതല്ല. അത് മാത്രമല്ല ഞാൻ പറഞ്ഞോട്ടെ, പീസ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സമാധാനം, സ്പിരിച്വൽ ഗ്രോത്ത്, പറഞ്ഞു മലയാളം പറഞ്ഞു, ആത്മീയമായ വിസ്ഡം, ജ്ഞാനം, ഈ ഹെൽത്ത് ഓഫ് ദ സോൾ, അതുപോലെ മനസ്സിന്റെ പ്രാണന്റെ ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്സ്, നല്ല ബന്ധങ്ങൾ, മീനിങ്ഫുൾ വർക്ക്, വളരെ നല്ല ജോലി, പ്രൊവിഷൻ ഫോർ നീഡ്സ്, ആവശ്യങ്ങൾക്കുള്ള കരുതൽ, ജനറോസിറ്റി, ഔദാര്യത, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുക, സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത. അതുപോലെ നമുക്കൊരു വിളിയുണ്ടല്ലോ, ഫ്രൂട്ട്ഫുൾനെസ് ഇൻ ദ കോളിംഗ്, നമ്മൾ ദൈവം വിളിച്ച വിളിയിലുള്ള ഫ്രൂട്ട്ഫുൾനെസ്, ഇതെല്ലാം ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ പ്രകാരമുള്ള പ്രോസ്പെറിറ്റി എന്താണെന്ന് ഞാൻ പറയാം. ബൈബിൾ വിവക്ഷിക്കുന്ന പ്രോസ്പെറിറ്റി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ വിളിച്ച വിളിക്കൊത്തവണ്ണം, തെരഞ്ഞെടുപ്പിനൊത്തവണ്ണം തൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രോസ്പെറിറ്റി. ഞാൻ ഈ വേൾഡിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആകുന്നതല്ല പ്രോസ്പെറിറ്റി. ദ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവമകനാണ്, അതല്ല പ്രോസ്പെരിറ്റി. ബൈബിളിൻ്റെ പ്രോസ്പെരിറ്റി എൻ്റെ ആയുസ്സിൽ ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ എം പ്രോസ്പറിങ്. പണമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, എന്തും. അതാണ് ബൈബിൾ പ്രോസ്പെരിറ്റി. അതല്ലാതെ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ്, കാശ്, കുറേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുക, കുറേ റിയൽ എസ്റ്റേറ്റ്, കുറേ വീടുകൾ, കാർഡ്, ഇതൊന്നുമല്ല പ്രോസ്പെരിറ്റി എന്ന് ബൈബിൾ പറയുന്നത്. അപ്പം ഈ ഒരു സമൃദ്ധിയുടെ ഒരു സുവിശേഷം അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുമ്പോൾ ഇത് എക്സ്ട്രീമിറ്റി പറഞ്ഞു, പക്ഷേ അപ്പോൾ തന്നെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി വിശ്വാസികളുമുണ്ട്, പ്രീച്ചേഴ്സ്, മിനിസ്റ്റേഴ്സ്, ചേർച്ചസ് ഒക്കെയുണ്ട്. അതിനുവേണ്ടി കൂടുതൽ ഊക്കം കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ രീതിയിൽ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പം ശരിയായിട്ടുള്ള ആ പ്യുവർ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയായിരിക്കും അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ സമൃദ്ധി, അഭിവൃദ്ധി, പ്രോസ്പെറിറ്റി, വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ, നമ്പർ 1, ഇറ്റ് ക്യാൻ റീപ്ലേസ് ക്രൈസ്റ്റ് വിത്ത് ഹിസ് ബെനഫിറ്റ്സ്. ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിന് പകരം ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങളും ബെനഫിറ്റ്സും മാത്രമായി പോകും ഫോക്കസ്. ദാറ്റ് ഈസ് റോങ്. നമ്മൾ നോക്കേണ്ടത് ഗിവറാണ്, ഗിവറിനെയാണ് നോക്കേണ്ടത്, തന്നവനെ, ദാതാവിനെ നോക്കുക. കയ്യിൽ കിട്ടുന്നതിനെ അല്ല നമ്മൾ നോക്കേണ്ടത്, ദാനത്തെ അല്ല. നമ്പർ 2, ഇറ്റ് ക്യാൻ മേക്ക് മണി ദ മെഷർ ഓഫ് സ്പിരിച്വൽ സക്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരാളുടെ ആത്മീയതയുടെ അളവുകോൽ എന്ന് പറയുന്നത് പണമായിട്ട് കാണാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രോസ്പർ ചെയ്യും, തീർച്ചയായിട്ടും അത് സത്യമാണ്. പക്ഷേ മെറ്റീരിയലിസ്റ്റിക് പ്രോസ്പെറിറ്റി എന്ന് മാത്രം കാണുമ്പോഴാണ് വിഷയം വരുന്നത്. അങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇയാൾ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി, ഇപ്പോൾ അയാൾ വീടൊക്കെ ആയി, കൂടിയ കാറൊക്കെ ആയി. ഇപ്പുറത്തെ ആൾ വിശ്വാസത്തിൽ വന്നിട്ട് 15 വർഷമായി, ഇയാൾ ഇത്രയും നീതില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പുള്ളിക്ക് ആത്മീയതയില്ല, പ്രാർത്ഥനാ ജീവിതം ദൈവം പ്രോത്സാഹിച്ചിട്ടുമില്ല. ഇങ്ങനെ നമ്മൾ അളക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് റോങ്. അങ്ങനെയല്ല അളക്കേണ്ടത്. അതുപോലെ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഷാലോ ഫെയ്ത്ത്. പലപ്പോഴും ഈ അഭിവൃദ്ധി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു വിശ്വാസം വളരെ ആഴമില്ലാത്ത വിശ്വാസമായി പോകും, ഡെപ്ത് കാണില്ല അതിന്. ഇനി അതുപോലെ ഇറ്റ് ക്യാൻ ഇഗ്നോർ സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ്. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സഫറിങ്സിലൂടെ പോയി, എല്ലാ ശിഷ്യന്മാരും സഫറിങ്സിലൂടെ പോയി. ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16:33 എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ കഷ്ടം നമ്മൾ പൂരിപ്പിക്കേണ്ടതാണെന്ന് പൗലോസ് പറയുന്നു. അത് മുഴുവനും ഈ ഇങ്ങനെയുള്ള പ്രസംഗം ക്യാൻസൽ ചെയ്ത് കളയും. ദാറ്റ് ഈസ് റോങ്. അതുപോലെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മനിപ്പുലേഷൻ. അതായത് പിന്നെ ഈ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അപ്രോച്ചൊക്കെ വേറെ രീതിയിലായിപ്പോയി, ഭൗതികമായ കാര്യങ്ങളിലേക്ക് മാത്രമായി പോകും. കൂടാതെ
ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാനൊന്ന് ജീവിതത്തിൽ ഉയരാൻ ശ്രമിച്ചു, ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡിസപ്പോയിൻമെൻറ്റ്. ഞാൻ തന്നെ നിരാശനായി പോകും. എന്താ ഞാൻ നന്നാത്ത, എന്താ ഞാൻ ഗതി പിടിക്കാത്ത, ഈ രീതിയിൽ അങ്ങനെ ആയിപ്പോവും. അതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇറ്റ് ക്യാൻ ബ്രീഡ് ഗ്രീഡ്. ഗ്രീഡിന് എന്താ പറയുക? അത്യാഗ്രഹം. പക്ഷേ അത്യാഗ്രഹം എന്ന് പറയില്ല, അതിൻ്റെ സ്പിരിച്വൽ ലാംഗ്വേജിൽ നമ്മളിങ്ങനെ വെക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് കവച്ചസ്നെസ്. പക്ഷെ അതിനെ ആത്മീയവൽക്കരിച്ച് നമ്മൾ പറയുന്നത് ദ്രവ്യാഗ്രഹത്തിലേക്കാണ് അറിയാതെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ പോകരുത്. അടുത്ത ഒരു ചോദ്യം ചിലരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ചോദ്യമായിരിക്കും. ഒരാൾ ആത്മീകമായിട്ട് വളരെ ശക്തനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലവാരത്തിൽ അദ്ദേഹം വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലായിരിക്കാം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ളൊരു ആത്മീക ജീവിതം, ആത്മീകമായിട്ട് വളരെ ശക്തൻ, വളരെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്താ പറയുക, വളരെ എല്ലാം വളരെ നല്ല രീതിയിൽ. പക്ഷെ ഫാമിലിയിലേക്ക് വരുമ്പോൾ, മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെയധികം ഒരു പരാധീനതയിലൂടെ പോകുന്ന ആണ്. അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചുള്ള പാസിൻ്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ ഈ സുവിശേഷം യഥാർത്ഥത്തിൽ വ്യക്തികളെ, സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സുവിശേഷം ഒരു സമൃദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടോ? ഇത് രണ്ടും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. മെറ്റീരിയൽ വെൽത്ത് ഈസ് നോട്ട് ദ ഫൈനൽ പ്രൂഫ് ഓഫ് ഡിവൈൻ അപ്രൂവൽ. എന്നിങ്ങനെ നമ്മൾ പറയാം. ഭൗതികമായ സമ്പന്നത ദൈവികമായ അംഗീകാരത്തിനുള്ള അന്തിമമായ തെളിവല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ചില സമയത്ത് ചില നല്ല വെൽത്തി ഫാമിലിയിലുള്ളവർ മിഷണറീസായിട്ട് സമർപ്പിക്കും. അപ്പോൾ അവർ പോകുന്നത് ചിലപ്പോൾ വല്ല ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലോ ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത ചില റീജിയനുകളിലൊക്കെ പോയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ദേ ആർ സ്പിരിച്വലി ഒരു വളരെ ഭയങ്കരമായ റിച്ചാണ്. പക്ഷേ ഇവിടെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ ഉള്ളത് നമ്മൾ കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പ്രോസ്പർ ചെയ്യുന്നില്ലെന്നും പറഞ്ഞാൽ എനിക്ക് ഇയാൾ ദൈവം പ്രസാദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? ഒരു വചനം ഭാഗം നോക്കാം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 5. യാക്കോബിൻ്റെ ലേഖനം. യാക്കോബ് യേശുവിൻ്റെ സ്വന്തം എന്ന് വെച്ചാൽ ഹാഫ് ബ്രദറാണ്. ലിസൺ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹാസ് നോട്ട് ഗോഡ് ചോസൻ ദോസ് ഹു ആർ പൂർ ഇൻ ദ ഐസ് ഓഫ് ദ വേൾഡ് ടു ബി റിച്ച് ഇൻ ഫെയ്ത്ത് ആൻഡ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഹി പ്രോമിസ്ഡ് ദോസ് ഹു ലവ് ഹിം. പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. കണ്ടോ, ചില സമയത്ത് ദൈവം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ദരിദ്രനാണെന്ന് പറയുന്ന ചില ആളുകളെ ദൈവം അങ്ങ് ആത്മീയമായി സമ്പന്നരാക്കി മാറ്റും. ഇങ്ങനെ നടക്കാൻ. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പാരഡോക്സ് ആയിട്ട് തോന്നും. ഉദാഹരണത്തിന്, സം ഗോഡ്ലി പീപ്പിൾ ഇൻ സ്ക്രിപ്ചർ ഹാഡ് അബണ്ടൻസ്. ചിലർ ഭക്തരായ, ഇപ്പോൾ അബ്രഹാമിനെടുത്താൽ, ഇസഹാക്കിനെടുത്താൽ, യാക്കോബിനെടുത്താൽ, യോസഫിനെടുത്താൽ, ഇടയ്ക്ക് കഷ്ടകാലം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം ഇയ്യോബിനെടുത്ത്, ഇങ്ങനെ ഒത്തിരി പേര് ദൈവം ഭയങ്കരമായി സമ്പന്നരാക്കിയിട്ട് നമുക്കറിയാം. മറ്റു ചിലർ, അതേഴ്സ് വാക്ക് ത്രൂ സീസൺസ് ഓഫ് ലാക്ക്. ചില സീസണുകളിൽ അവർ ഭയങ്കര, ഇവർ ദാവീദിൻ്റെ കാര്യം എടുത്ത് ഭക്ഷണമില്ലാഞ്ഞിട്ട് അവസാനം കാഴ്ചയപ്പം വരെ എടുത്ത് തിന്നേണ്ട അവസ്ഥ. ചിലരാണെങ്കിൽ ഭയങ്കരമായ കഷ്ടതകളിലൂടെ പോയവരുണ്ട്. ചിലർ പീഡിപ്പിക്കപ്പെട്ടു, ചിലർ ജയിലിലായി, ചിലരെ കൊന്നു. സോ ചില വിശ്വാസികൾ, ഒരു പക്ഷേ ഇതെല്ലാവരുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം, എ ബിലീവർ ക്യാൻ ബി റിച്ച് ഇൻ ഫെയ്ത്ത് ആൻഡ് പുവർ ഇൻ പൊസഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ സമ്പന്നരും എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ അധികം ദരിദ്രരായിരിക്കും. ചില സമയത്ത് മെറ്റീരിയലി ബ്ലെസ്ഡ് ആൻഡ് സ്പിരിച്വലി ഷാലോ. ഭയങ്കര സമ്പന്നതയുണ്ട്, പക്ഷേ ആത്മീയ ജീവിതത്തിന് ആഴമില്ല. ചില സമയത്ത് മെറ്റീരിയലി മോഡസ്റ്റ് ആൻഡ് ഡീപ്ലി ഫ്രൂട്ട്ഫുൾ. അങ്ങനെ വരാം. മെറ്റീരിയലി പ്രോസ്പറസ് ആൻഡ് സ്പിരിച്വലി മെച്യൂർ. അങ്ങനെയും വരാം. പല കോണ്ടെക്സ്റ്റുകളിലൂടെ പോകാം, കോമ്പിനേഷൻസ് ഉണ്ടാകാം. അപ്പം ഇതൊന്നും വെച്ച് നമ്മൾ ആരെയും വിധിക്കരുത്. ഇത് ഓരോരുത്തരുടെ ദൈവവുമായുള്ള നടത്തവും
അവരുടെ ജീവിതമൊക്കെ വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആരെയും നമ്മൾ ആ രീതിയിൽ വിധിക്കരുത്. യെസ്. എനിക്ക് തോന്നുന്നു ഈ ടീച്ചിങ് ഒത്തിരി പേർക്ക് ആശ്വാസമാകാൻ സാധ്യതയുണ്ട്, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ. അതെ. ഇനി നേരത്തെ വേറൊരു കാര്യം ചോദിച്ചല്ലോ. അതെ, സുവിശേഷത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം അവരെ അത് സമൃദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ യെസ്. സുവിശേഷത്തിൽ ആര് വിശ്വസിച്ചാലും അവർ പ്രോസ്പർ ചെയ്യുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എങ്ങനെ? നേരത്തെ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ചീപ്പ് രീതിയിലുള്ള കാശ് 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 എന്ന് പറയുന്ന പ്രോസ്പെരിറ്റിയെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഓക്കെ. അതുപോലെ ദൈവം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുമായിട്ട് നടക്കുന്ന ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരാൾ ഓർണായി പെട്ടെന്ന് അയാൾ ആ രീതിയിലല്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദൈവം പലരെയും ആദ്യം തന്നെ ആ ജീവിതത്തിൻ്റെ ചില അടിസ്ഥാനങ്ങളിടും. അങ്ങനെയാണ് ദൈവം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെ വരുമ്പോൾ തന്നെ കൊട്ടാരം വരുന്നത്, ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ രീതിയിലല്ല. ഇവിടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിച്ച് കഴിയുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിലേക്ക് പല മേഖലകളിൽ പ്രത്യേകിച്ച് അകത്തൊത്തിരി മാറ്റങ്ങളുണ്ടാവും. ഓക്കെ. അകത്ത് ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഈ എന്താണ് അലസത അങ്ങ് മാറിപ്പോവും. യെസ്. പലരും ഉണ്ട് പണിക്ക് പോവില്ല, ഒന്നുമില്ല. പക്ഷെ കർത്താവിലേക്ക് വരുമ്പോഴേക്കും ഉത്സുകരായി, ജീവിതത്തിൻ്റെ അർത്ഥമായി, ജോലി എടുക്കണം, കുടുംബകാര്യങ്ങൾ നോക്കണം. അതുപോലെ കണ്ടൻറ്റ്മെൻറ്റ് വരും. ഈ ഗ്രീഡിന് പകരം ഇപ്പോൾ ഈവൻ പൗലോസ് പറയുന്നൊരു കാര്യം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് സംതൃപ്തരാകാനുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ളതിൽ സംതൃപ്തിയും അപ്പോൾ തന്നെ അപ്പുറത്തേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ആഗ്രഹവും. അപ്പോൾ കംപ്ലൈൻറ്റ്, പരാതിയില്ല അവിടെ, എന്നാൽ ഒരു സ്കോപ്പുണ്ട് അവിടെ. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അടുത്ത വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജനറോസിറ്റി ഉണ്ടാവും അകത്ത്. സുവിശേഷം എത്തിക്കഴിയുമ്പോൾ എന്താണ് ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ പറയില്ലേ, ഇത് 6 പിശുക്കന്മാർ, അവർ ജനറസ് ആയിട്ട് മാറും, സെൽഫിഷ്നെസ് മാറും, സ്റ്റിഞ്ചിനെസ് മാറും. അതുപോലെ പണ്ട് കാലത്ത് എല്ലാം വേസ്റ്റാക്കി ഒരു തരം ജീവിതമായിരുന്നെങ്കിൽ ഒരു മാനേജ്മെൻ്റ്, ഒരു സ്റ്റുവാർഡ്ഷിപ്പ് അകത്ത് വരും. എല്ലാം കൃത്യമായി നോക്കി കണക്കൊക്കെ എഴുതി പോകുന്ന ആ ഒരു സ്വഭാവം ഡെവലപ്ഡ് ആവും. പിന്നെ വിസ്ഡം ഉണ്ടാകും, ഡിലിജൻസ് ഉണ്ടാകും. ഇതിലൂടെ വന്ന് ഈ ആളങ്ങ് മാറും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരാളെ അങ്ങ് അനുഗ്രഹിച്ച് പണം കൊണ്ട് മൂടുക എന്നുള്ളതല്ല, പകരം ഈ ആളെ റെഡിയാക്കി യേശു എന്നൊരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് ദ സൺ ഈസ് ദ പ്രോട്ടോടൈപ്പ്. ഈ ഭൂമിയിലുള്ള എല്ലാവരും യേശുവിനെ പോലെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ഇയാളുടെ ഭൗതിക കാര്യങ്ങളെക്കാൾ കർത്താവിൻ്റെ ശ്രദ്ധ അയാളുടെ അകത്തെ മനുഷ്യനെ റെഡിയാക്കി യേശുവിനെ പോലെ ആക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ആളിവിടെ അതിനുള്ള പല പല കോണ്ടെക്സ്റ്റുകളിലൂടെ ദൈവം ഇയാളെ നടത്തും. അപ്പോൾ ചില സീസണുകളിൽ ഒരിത്തിരി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിലായിരിക്കും ഇരിക്കുന്നത്, ചില സമയത്ത് സമ്പന്നതയിലായിരിക്കും, അപ്സ് ആൻഡ് ഡൗൺസ് കാണാം, ചിലപ്പോൾ കയറ്റമായിരിക്കും, ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഈ ആളെ തൻ്റെ പുത്രനായ യേശുവിനെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ 1-2 അനുഭവങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് 84 രക്ഷിക്കപ്പെട്ട ആ വർഷം എനിക്കൊരു പുതിയ സൈക്കിൾ കിട്ടി. ഒത്തിരി നാളത്തിൻ്റെ ആഗ്രഹമായിരുന്നു, ഒരു പുതിയ BS SLR സൈക്കിൾ, റെഡ് കളറിലെ സൂപ്പർ ഒരു സൈക്കിൾ കിട്ടി. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ആ വർഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇത് സംഭവിക്കുന്നത്. ഉടനെ ആളുകൾ പറഞ്ഞു, ഇവൻ അമേരിക്കയിൽ നിന്ന് ഡോളർ വരാൻ തുടങ്ങി. ഞാൻ കേട്ടതാ, പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി, ഇവന് വരാൻ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ ഈ സൈക്കിൾ കിട്ടിയെന്ന് അറിയുമ്പോൾ എൻ്റെ ഫാദർ അന്നൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാണ്. ആ ഫാക്ടറിയിലെ എംപ്ലോയീസിന് സൈക്കിൾ അഡ്വാൻസ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സൈക്കിൾ മേടിക്കാം, അവരുടെ ഫാമിലിക്ക് വേണ്ടി സൈക്കിൾ മേടിക്കാം. പക്ഷേ ചെറിയൊരു സാലറി കട്ടിങ് ഉണ്ടാവുള്ളൂ. അത് വളരെ കുറേ വർഷങ്ങൾ കൊണ്ടേ കട്ട് ചെയ്യുള്ളൂ, ചെറിയ എമൗണ്ട്. അന്നത്തെ കാലത്ത് പോലെ 20 രൂപയോ 30 രൂപയൊക്കെ കട്ടാവുള്ളൂ. അപ്പോൾ അറിയാമില്ല. ആ സ്കീമിൽ എൻ്റെ ഫാദറാണ് എനിക്ക് ഈ സൈക്കിൾ മേടിച്ചത്. പക്ഷെ ഞാൻ കേട്ടത് എന്താണ്, ഇവൻ അമേരിക്കയിൽ നിന്ന് ഡോളർ വരാൻ.
ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്നുള്ള അത്ഭുതങ്ങൾ. എനിക്കൊരു സൈക്കിളാണ് ആദ്യമായിട്ടൊന്ന് വന്നത്, കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങി, ഈവൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമല്ലോ, ആ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ പ്രാർത്ഥന നടത്തുന്ന ആളുകൾ വന്ന് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ടിത് അമേരിക്കയിലൊക്കെ അയക്കും. അമേരിക്കയിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അന്ധന്മാരാണ് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളത്, അവർക്ക് പണം വേണം. അപ്പം അങ്ങനെ നിൻ്റെ പ്രാർത്ഥനക്കാർക്ക്, പ്രാർത്ഥന നടത്തുന്നവർക്ക് ഒത്തിരി പൈസ വരുന്നുണ്ട് നിൻ്റെ പേരിൽ. നിൻ്റെ പേരിൽ വരുന്നു, വല്ലതും നിനക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഒരു ദിവസം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എൻ്റെ ലൈഫിൽ, വളരെ ഗ്രാജുവലാണ്. പിന്നെ ഞാൻ ടീച്ചിങ് ഫീൽഡിലോട്ട് കയറി, സ്വകാര്യ സ്ഥാപനത്തിലും പഠിപ്പിക്കും. അപ്പോൾ സാറന്മാർ, ടീച്ചേഴ്സ്, ഞങ്ങൾ എന്ന് പറയുന്നത് സാറന്മാർ, അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും, ലേഡി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചായക്കടയിലിരിക്കുക. എന്നേക്കാൾ മുതിർന്ന സീനിയറായിട്ടുള്ളൊരു സാറ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ട്, എടാ നിനക്ക് എത്ര ടി വി കിട്ടിയടാന്ന് ചോദിച്ചു. ടി വിയോ? എടാ 10 പേരെ കൊടുത്ത് ഒരു ടി വി കിട്ടൂല നിനക്ക്. 10 പേരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയാൽ നിനക്കൊരു ടി വി കിട്ടൂലേ? അപ്പം വീട്ടിൽ ടി വി പോയിട്ട് കറണ്ട് പോലും ഇല്ല. ആ സമയത്താണ് ഈ ചോദ്യം വരുന്നത്. ഞാൻ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത്, ഒരാൾ പ്രാർത്ഥനയ്ക്ക് പോയി, അയാളെ ദൈവം പതുക്കെ ചില അഡീഷൻസ് അല്ലേ, മുൻപ് അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം ഇറ്റ് വിൽ ബി ആഡഡ് എന്നാണ്. പക്ഷെ അതിൻ്റെ പുറത്തെ വ്യാഖ്യാനമാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെ അറേഞ്ച് ചെയ്ത് കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഹീറോ ഹോണ്ട ബൈക്ക് മേടിച്ചു. ആ ബൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു, ഇപ്പം ശരിയായി, അവന് ഡോളർ വീണ്ടും വന്നു. അത് അനേക വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ ലോൺ അടച്ച് തീർത്തത്. പക്ഷേ പുറത്തെ ആളുകളുടെ സംസാരം ഞാൻ നേരിട്ട് കേട്ടതാണ്. പറയാൻ വന്നത്, പല മുഖാന്തരങ്ങളിലൂടെ ഒരാൾ വിശ്വാസത്തിൽ വരുമ്പോൾ കുറേശ്ശെയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം പോകുന്ന രീതി കണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, ആര് കർത്താവിലേക്ക് വന്നാലും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആര് വിശ്വാസത്തിലേക്ക് വന്നാലും ദൈവം അവരെ അനുഗ്രഹിക്കും. ഇത് കേൾക്കുന്നത് നിങ്ങളിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെ പോകുമായിരിക്കാം. പക്ഷേ കർത്താവിലേക്ക് വന്നാൽ അവരുടെ മുഖം പ്രകാശം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ് വചനം. അപ്പോൾ എൻ്റെ അഭിപ്രായം, എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. പക്ഷേ ക്യാരക്ടർ മോൾഡിങ് കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അതോടൊപ്പം ആവശ്യമുള്ള ഓരോന്ന് കപ്പാസിറ്റി, ഹാൻഡ്ലിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് കർത്താവ് കൂട്ടിക്കൊണ്ടിരിക്കും. വളരെ കൃത്യമാണ്. കാരണം ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിജയം മാത്രമല്ല പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു കണ്ടെയ്ൻമെൻറ്റ്, അഥവാ നമുക്കൊരു ഒരു അലംഭാവം അല്ലെങ്കിൽ സംതൃപ്തിയുടെ ഒരു മനോഭാവവും, അപ്പോൾ തന്നെ അതിനകത്തൊരു പിറുപിറുപ്പുമില്ലാത്തൊരു മനോഭാവം, അപ്പോൾ തന്നെ വരുവാൻ ഉള്ള സമയത്ത് വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദൈവം എന്നെ കൊണ്ടുപോയാലും ഞാൻ ദൈവത്തെ നിഷേധിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു നിലപാടാണ് വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ തന്നെ ഇന്നും വിശ്വാസികൾക്ക് സംശയമുള്ള, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. ഈ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷകൻ, അദ്ദേഹം ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചറാണോ അതോ ഒരു പ്യുവർ ഗോസ്പൽ, നിർമ്മല സുവിശേഷം, ബാലൻസ്ഡ് ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരൊറ്റ മെസ്സേജ്, അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ ക്ലിപ്പ് കണ്ടിട്ട് വിധിക്കരുത്. മൊത്തത്തിലൊന്ന് നോക്കണം. ഇപ്പോൾ അയാളുടെ മൊത്തത്തിലുള്ള മെസ്സേജുകളിൽ ഏറ്റവും പ്രധാനം, ക്രിസ്തുവാണോ കേന്ദ്ര വിഷയം? അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഈസ് ക്രൈസ്റ്റ് സെൻട്രൽ ഓർ ആർ മെറ്റീരിയൽ ബെനഫിറ്റ്സ് സെൻട്രൽ? നമ്മൾ നോക്കണം. ഈ ഭൗതികമായ ആ കാര്യങ്ങളാണോ ഏറ്റവും കേന്ദ്രമായി മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവാണോ? ക്രിസ്തു അല്ലെങ്കിൽ പോയി. അടുത്തൊരെണ്ണമെന്ന് വെച്ചാൽ, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? നമ്മൾ നോക്കണം. റിപ്പൻറ്റൻസ്, കാരണം അവിടെയാണല്ലോ ജീവിതത്തിൻ്റെ തുടക്കം. വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ ശിഷ്യത്വം പഠിപ്പിക്കുന്നുണ്ടോ? ഡിസൈപ്പിൾഷിപ്പ്.
ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടതകൾ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് ചെയ്യാൻ പാടില്ല. നോ. കാരണം കർത്താവ് സഹിച്ചു, ശിഷ്യന്മാർ സഹിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മൊത്തം റൈറ്റ് ഓഫ് പൂരിപ്പിക്കാനും നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അത് നമ്മുടെ മിഷനാണ്. അതുപോലെ ദൈവഹിതത്തിൽ ജീവിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, സുവിശേഷ വേല ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി ആംഗിളുകളിൽ നിന്നുള്ളതെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ടോ, അതോ ഇത് മാത്രമാണോ പറയുന്നത്? മെയിൻ ഫോക്കസ് ഈ ഭൂമിയിലുള്ള ഭൗതികമായ പ്രോസ്പെറിറ്റിയാണോ? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ശരിക്കുള്ളൊരു സുവിശേഷം അല്ലെങ്കിൽ ശരിക്കുള്ള വചന ശുശ്രൂഷകൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ്. കാരണം ഇതെല്ലാം താൽക്കാലികമാണ്. അതെ, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണല്ലോ ഇവിടെ കൊടുക്കുന്നത്. ആ ഫോക്കസിലാണോ പോകുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും കംപ്ലീറ്റ്ലി പ്രോസ്പെറിറ്റി ആണോ ഇയാൾ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചോ പ്രോസ്പെറിറ്റിയെക്കുറിച്ചോ പറഞ്ഞു എന്നതുകൊണ്ട് അയാളെ ബ്രാൻഡ് ചെയ്യരുത്. അതും ആവശ്യമാണ്. കാരണം കർത്താവിലേക്ക് വന്നാൽ ആളുകൾ നന്നാവണമല്ലോ, പിന്നെ അവിടെ പോവും. സോ അതുള്ളപ്പോൾ തന്നെ സമീകൃതാഹാരം എന്നതുപോലെയുള്ള എല്ലാം ഉണ്ടോ? ഇപ്പം എൻ്റെ ഒരു പോളിസി ഞാൻ പറയുമോ ചോദിച്ചതുകൊണ്ട്, 12 മാസമല്ലേ ഒരു വർഷമുള്ള, സംശയമുണ്ടോ? ഇല്ല. ഈ 12 മാസത്തിൽ ഞാൻ സാധാരണ മെസ്സേജുകൾ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഫോക്കസ് ഉണ്ട്. അപ്പം അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു വർഷം ഒരു വിശ്വാസി കേൾക്കേണ്ട കുറേ കാര്യങ്ങൾ. അതിനകത്ത് ഈ വിശുദ്ധി കൊണ്ടുവരും, വിശ്വാസം കൊണ്ടുവരും, സ്നേഹത്തിൻ്റെ ആവശ്യങ്ങൾ അത് കൊണ്ടുവരും, പിന്നെ കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള ഒരു ബൂസ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരും. ഏപ്രിൽ മാസത്തിലൊക്കെയാണ് സാധാരണ ഫൈനാൻസസിൻ്റെ ഒരു ടീച്ചിങ് കൊടുക്കും. അതിൽ മെയിൻലി ഈ കർത്താവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല പറയുന്നത്. കർത്താവിന് കൊടുത്ത ശേഷം പിന്നെ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളൂ. ഒത്തിരി പേര് ഈ പറഞ്ഞ ദശാംശം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്ത ശേഷം ബാക്കിയുള്ളത് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ഒത്തിരി, അത് മാനേജ് ചെയ്യും. അത് തെറ്റല്ല, അത് പഠിപ്പിക്കണം. പിന്നെ കുടുംബജീവിതം, ഫാമിലി ഫോക്കസ് ഉണ്ടാകണം. ഇപ്പം നമ്മൾ മെയ് മാസത്തിലാണ് സാധാരണ അങ്ങനെ ചെയ്യുന്നത്. ഫാമിലി കൊണ്ടുവരും. ഇങ്ങനെ പിന്നെ നമ്മൾ എസ്കറ്റോളജിക്കൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവരണം, അന്ത്യകാല സംഭവങ്ങൾ. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ, അതായത് ഇനി വരാനിരിക്കുന്ന ലോകത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെയുള്ളതെല്ലാം, അതായത് യേശുവിൻ്റെ 2ാം വരവ്, ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആക്കിയുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ സാധാരണ. കാരണം ഞാൻ ഒരു പാസ്റ്ററായത്, ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് മാത്രമല്ല, ഒരു പാസ്റ്ററാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എല്ലാം ഞാൻ കൊടുത്തില്ല, പിന്നെ ആര് കൊടുക്കും? അതൊരു ഇടയൻ്റെ ശുശ്രൂഷ ഡ്യൂട്ടിയാണ്. ആ രീതിയിലാണ് സാധാരണ പോകുന്നത്. അപ്പോൾ അതല്ലാതെ ഇംബാലൻസ്ഡ് ആയിട്ട് പോകുന്നത് കണ്ടാൽ നമുക്കറിയാമല്ലോ. അതെ, ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നൊരു നീണ്ട നമ്മുടെ പോഡ്കാസ്റ്റുകളൊക്കെ ഇങ്ങനെ ആയി പോകുന്നു, എന്ത് ചെയ്യാനാ? അധിക പ്രസംഗി എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞു അങ്ങനെ ആയി പോകുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒരു ചോദ്യത്തിൻ്റെയും കൂടി ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റൈറ്റ് മെസ്സേജ് ദ ചേർച്ച് ഷുഡ് പ്രീച്ച് ദെൻ? അപ്പോൾ സഭ പ്രസംഗിക്കേണ്ട ശരിയായിട്ടുള്ള സന്ദേശം എന്താണ് എന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ പറയാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസ്റ്ററാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയ നിയമ വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട എല്ലാം. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ട്രാൻസ്ഫറായി പോവുകയാണ് ഒരു വലിയ ദൈവദാസൻ പൗലോസ്. അന്ന് അവിടെയുള്ള എല്ലാ എൽഡേഴ്സിനും, അതായത് പാസ്റ്റേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ച് എനിക്കൊന്നും ഒരാളെ കൊന്നു. ഒരാളെ കൊന്നു ആ മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റൊന്നും ഒന്നുമല്ല. രാത്രി മൊത്തം പ്രസംഗിച്ച് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരാൾ മോളിൽ താഴെ വീണ അയാൾ മരിച്ചുപോയി. യൂത്തിലുള്ളതാണ് യൂത്തിക്കോസ്. ആൾ മരിച്ചു. പിന്നെ അയാളെ എഴുന്നേൽപ്പിച്ചു, എന്നിട്ടും നിർത്തിയില്ല. അയാൾ ഉയർപ്പിച്ചിട്ട് പിന്നെയും തുടർന്നു. അപ്പം ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വയ്ക്കാതെ ഐ ഗേവ് യു ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലോചന എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പോൾ പൗലോസ് ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ തന്നെ
അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നോക്കി അറിയാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, പുറത്തുള്ളവരോട് എങ്ങനെ ഇടപെടണം, അകത്തുള്ളവരോട് എങ്ങനെ നല്ല സാക്ഷി ഉണ്ടാകണം, ജ്ഞാനം എങ്ങനെ പ്രാപിക്കണം, എങ്ങനെയാണ് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കേണ്ടത്, എങ്ങനെയാണ് അടുത്ത ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്, എല്ലാം അതിലുണ്ട്. ഇതാണ് സഭയിൽ എല്ലാം കൊണ്ടുവരണമെന്നാണ്. അനുഗ്രഹം മാത്രം പ്രസംഗിക്കരുത്, പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കരുത്, പക്ഷെ അത് ഒഴിവാക്കുകയും ചെയ്യരുത്. ഇതില്ലെങ്കിൽ പിന്നെ ഇവന് എവിടെ പോയി നന്നാവും. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യും. കേട്ടായിരുന്നു? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ അതാണ് സ്വർഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് എൻ്റെ ആത്മാവിൻ്റെ കാര്യവും ദേഹിയുടെ കാര്യവും ശരീരത്തിൻ്റെ കാര്യവും കുടുംബകാര്യവും സാമ്പത്തിക കാര്യവും എല്ലാം നോക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഈ കർത്താവ് നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. ഹീസ് ഏബിൾ ടു സേവ് us കംപ്ലീറ്റ്ലി. ഇപ്പം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പ്രോസ്പെരിറ്റി മാത്രം ഫോക്കസ് ചെയ്യാതെ, പോവർട്ടി ഫോക്കസ് ചെയ്യാതെ, പ്യൂരിറ്റിയും കൂടെ ഫോക്കസ് ചെയ്ത് ഹോളിസ്റ്റിക് പ്രോസ്പെരിറ്റി എല്ലായിടങ്ങളിലും നീ വളരണമെന്ന് പഠിപ്പിക്കണം. പ്രാർത്ഥനാ ജീവിതത്തിലും ശുശ്രൂഷയിലും ആരാധനയിലും എല്ലാത്തിലും വളരണം. ആ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ തന്നെ ഫൈനലി ഞാൻ പറയാം, ഈ സൃഷ്ടിച്ചതല്ല 24-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം അതെങ്ങനെ പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിൻ്റേതാകുന്നു അല്ലേ. ദ എർത്ത് ആൻഡ് ദ ഫുൾനെസ് thereof belongs to the Lord. അല്ല, എല്ലാം കർത്താവിൻ്റെ. കർത്താവ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ ഈ റിയൽ എസ്റ്റേറ്റ് കർത്താവിൻ്റെ പ്രോപ്പർട്ടി നോക്കണമെന്നാണ്. പക്ഷേ ആദാം അത് കൈവിട്ട് കളിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പിശാച് പറയുന്നത് ഇതെല്ലാം എൻ്റെ കയ്യിലേപ്പോൾ വേണമെങ്കിൽ ഒന്ന് കുഞ്ഞ് ഞാൻ തന്നേക്കാന്ന്. അപ്പോൾ സാത്താൻ അത് കൈയാളാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹം ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് എല്ലാ ഉടമ്പടികളിലും റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ആഡമിക് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ ഉടമ്പടിയിലും, പുതിയ ഉടമ്പടിയിൽ പോലും പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാ ഉടമ്പടികളിലും റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. സത്യം പറഞ്ഞ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഈ ഭൂമി ഇതൊക്കെ തീക്ക് വേണ്ടി വെച്ചിരിക്കുക എങ്കിൽ പോലും ഇപ്പോഴും ടെമ്പററി ആണെങ്കിൽ പോലും എൻ്റെ ആഗ്രഹം ഇതാണ്. എൻ്റെ ഉള്ളിലെ ആഗ്രഹം ദൈവമക്കൾ സമ്പന്നരാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തിനു വേണ്ടിയാണെന്നറിയോ? എല്ലായിടത്തും ഈ സുവിശേഷം എത്തിക്കാൻ, ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ, സമ്പന്നരാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും തെറ്റല്ല. പക്ഷേ കവച്ചസ്നെസ്സിലൂടെ, ഗ്രീഡിലൂടെ, മെറ്റീരിയലിസത്തിലൂടെ ഒരു അപ്രോച്ച് ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് വിസ്ഡം കൊടുക്കും, വെൽത്തും കൊടുക്കും കർത്താവ്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സഭകൾക്കും അങ്ങനെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ തരട്ടെ. ആ കാഴ്ചപ്പാടിൽ ഹാൻഡിൽ ചെയ്യാനും ഉള്ളൊരു കൃപ എല്ലാവർക്കും തരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ, ഇത് കണ്ടതിന് വാച്ച് ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ല ഭാഷയിൽ, സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ കമൻറ്റുകൾ ഇടുക. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? എങ്ങനെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നറിയാൻ താല്പര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്കിത് നല്ലതായിട്ട് തോന്നിയാൽ, ശരിക്കുള്ള റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ ഒത്തിരി പേർക്ക് ദയവായി ഇതിൻ്റെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവട്ടെ. അതിലൂടെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഒരു പുതിയ സബ്ജക്റ്റായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.